90% ചികിത്സാരി വഴി തെറ്റിയാൽ അയാൾ സാനിയാവും, അല്ലെങ്കിൽ അയാൾ ഹോമോസെക്ഷാലിറ്റിക്ക് അടിമേൽക്കും. ഇത് രണ്ടുമില്ലാതെ പിശാച് ഇഷ്ടപ്പെടുകയില്ല. അല്ലെങ്കിൽ അയാൾ സമ്പത്ത് പൂർണ്ണമായി ഹറാമായി. അതായത് ആത്മീയ ചികിത്സയിൽ 1 സെക്കൻഡിൽ വഴി തെറ്റിയാൽ ഇയാൾ ആരാകും? ശൈത്താൻ കയറും. 1 സെക്കൻഡിൽ വഴി തെറ്റിയാൽ 99% പോയാലും അപൂർണമാണ്. 1% പോയി 99% പൂർണ്ണത എത്തിയാലും അപൂർണമാണ്. 100%-ത്തിലേ എന്തുണ്ടാവുള്ളൂ? പൂർണ്ണത ഉണ്ടാവുള്ളൂ. 99% പൂർണ്ണത പോയാലും അപൂർണ്ണാണ്. 1% പൂർണ്ണത പോയി 99% പൂർണ്ണതയിലേക്ക് അടുത്തെത്തിയാലും അപൂർണ്ണമാണ്. അത് ശ്രദ്ധിക്കണം. ആ 1%-ത്തിൽ അപൂർണ്ണത വന്നാൽ അതിലൂടെ എന്ത് കയറും? നിങ്ങൾ അടുപ്പിച്ച് നിൽക്കണം സൊഫുകളിൽ. എന്തുകൊണ്ട്? ഒരു ചെറിയ വിടവുണ്ടായാൽ നിങ്ങൾക്ക് അത്രയും കളി കാറ്റുകൊണ്ട് നിസ്കരിക്കാനോ നല്ലല്ലോ നബി പറഞ്ഞു. അതിന് ആ വിടവിൽ പിശാചിന്റെ പിശാചുക്കളുടെ തല ആ വിടവിലൂടെ പുറത്തേക്ക് വരുന്നത് ഞാൻ കാണുന്നുണ്ട്. ബലാഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം, ബലാഗ് എന്നതുകൊണ്ട് ഉദ്ദേശം അത് മനുഷ്യനെ സ്പിരിച്വലായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. വബാ എന്നത് മനുഷ്യനെ ഫിസിക്കലായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യനെ സ്പിരിച്വലായി ബാധിക്കുന്നതാണ് ബലാഗ്, മനുഷ്യൻ ഫിസിക്കലായി ബാധിക്കുന്നതാണ് വബാ. ഈ രണ്ടും യഥാർത്ഥത്തിൽ അത് രണ്ടും മനുഷ്യന്റെ സോള്, അവന്റെ അടിസ്ഥാനപരമായ റൂഹുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ അതേ സമയത്ത് രണ്ടും 2 രൂപത്തിലാണ് അതിന്റെ അപ്രോച്ച് വരുന്നത്. രണ്ടും 2 വിധത്തിലാണ്. ബലാ എന്നതിനെ നമ്മൾ പ്രത്യക്ഷത്തിൽ പരീക്ഷണം എന്ന് പറയും. വബാ എന്നതിന് നമ്മൾ കാലത്ത് വരുന്ന രോഗങ്ങൾ എന്നും പറയും. ദാഫിയാണ്, ഇത് രണ്ടിന്റെയും ദാഫിയാണ് മുഹമ്മദ് മുസ്തഫ. ബലാഇന്റെയും ദാഫിയാണ്, വബാഇന്റെയും ദാഫിയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എപ്പോഴും നിന്നോട് ഒരു ടച്ച് ഉണ്ട്, നിന്റെ പൂർണ്ണതയോട് ടച്ച് ഉണ്ട്. സമ്പൂർണരായ ഒരാൾക്കല്ലാതെ ദാഫിഉൽ ബലാഉം വബാഉം ആകാൻ കഴിയൂല. ഒരു സമ്പൂർണനായ ആളായിരിക്കും. അതായത് ആത്മീയമായും ശാരീരികമായും മനുഷ്യന് വരുന്ന കേടുകളെ തടയുന്ന ആൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മനസ്സിലായില്ല? ആത്മീയമായും ശാരീരികമായും മനുഷ്യന് വരാവുന്ന കേടുകളെ പ്രശ്നങ്ങളെ തടയുന്ന ആളെന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. അതാണ് ഹബീബാനി. അതായത് ആത്മീയമായി വരുന്ന കേടുകളും തടയും, ശാരീരികമായി വരുന്ന കേടുകളും നബി തടയും സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? നബി പൂർണ്ണനാണ്. പൂർണ്ണനായ ഒരാൾക്കല്ലാതെ ആത്മീയവും ശാരീരികവുമായ കേട് തടയാൻ കഴിയൂല. 1, നല്ലോണം തല കൊടുത്തിരിക്കണം. 2, ആ മനുഷ്യൻ യാതൊരു കാരണവശാലും ഈ മനുഷ്യൻ ഈ ദാഫിഉൽ ബലാഉം വബാഉം ആയ ഒരു മനുഷ്യൻ, ദാഫിഉൽ ബലാഉം വബാഉം ആയ ഒരു മനുഷ്യൻ യാതൊരു കാരണവശാലും ഒരു സ്വാർത്ഥിയാകാൻ പാടില്ല. ഒരു സ്വാർത്ഥത ഉള്ള ഒരാൾക്ക് ഒരിക്കലും ദാഫിഉൽ ബലാഓ ദാഫിഉൽ വബാഓ ആകാൻ കഴിയില്ല. അപ്പോൾ ഈ ലോകത്ത് ഇന്ന് കാണുന്ന സകലത്തിൽ നിന്നും വ്യത്യസ്തന ആളാണ് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? അങ്ങനത്തെ ആളുകൾ ഇന്ന് ആളുകളെ നമ്മൾ കാണാൻ കൊടുക്കും. പണ്ട് കാലത്ത് ഇവരുടെ ഫോട്ടോസ്റ്റാറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അവരെ കണ്ടെത്തുക എന്നൊരു പ്രയാസം, വളരെ പ്രയാസം. ഒരു മനുഷ്യന് ആത്മീയമായോ ശാരീരികമായോ വരുന്ന കേടുകളെ, പ്രതിസന്ധികളെ, തടസ്സങ്ങളെ നീക്കിക്കൊടുക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഒരൊറ്റപ്പെട്ട ആളാണ്. ഒരൊറ്റപ്പെട്ട ആൾക്കേ അങ്ങനെ ആകാൻ കഴിയും. പ്രത്യക്ഷത്തിലാകാൻ കഴിയും, പക്ഷെ അയാൾ അങ്ങനെ ആവൂല. ഇപ്പൊ ഉദാഹരണം പറയാം, ഒരു ഇംഗ്ലീഷ് ഡോക്ടർ, എക്സാമ്പിൾ. ഈ ഇംഗ്ലീഷ് ഡോക്ടർ ദാഫിഉൽ ബലാ ആണോ? ഒരിക്കലല്ല. എന്തുകൊണ്ട് ദാഫിഉൽ ബലാ അല്ല? സ്പിരിച്വലി ഭാഗത്തിന് പരിഹാരം ഉണ്ടാക്കാൻ അയാൾക്ക് കഴിയൂല. നീ ദാഫിഉൽ വബാ ആണോ? അതുമല്ല. എന്തുകൊണ്ട്? ശാരീരികമായി വരുന്ന കേടുകളെ നീക്കാൻ അയാൾക്ക് കഴിയും, അതും കഴിയില്ല. എന്തുകൊണ്ട്? അയാൾ കൊടുക്കുന്ന മരുന്ന് സാന്ദർഭികമായ ചില പ്രത്യക്ഷ ഗുണങ്ങൾ ഉണ്ടാക്കുമെങ്കിലും പരോക്ഷമായി അത് എന്താണ്? ഈ വബാഇനെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അയാൾക്ക് ദാഫിഉൽ വബാ എന്ന് പറയാൻ കഴിയില്ല. പനി നീക്കുന്ന ഡോക്ടർ എന്നേ പറയാൻ പറ്റുള്ളൂ. ആരോഗ്യം തരുന്ന ഡോക്ടർ എന്ന് പറയാൻ കഴിയില്ല. പനി ഇല്ലാതാക്കും,
പക്ഷെ പനി ഇല്ലാതാക്കിയപ്പോഴത്തിന് അയാൾ നിങ്ങളുടെ തടിയിലേക്ക് എന്തൊക്കെയോ കെമിക്കൽ വസ്തുക്കൾ ചേർക്കും. ഈ കെമിക്കൽ വസ്തുക്കൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അനാരോഗ്യത്തിന് കാരണമാവും. അപ്പോൾ അയാൾ ദാഫിഉൽ ഹുമ്മ എന്ന് പറയാ, ദാഫിഉൽ വബ്ബ എന്ന് പറയില്ല. ഇന്ന് നമ്മൾ ഈ അലോപ്പതിയിലൊക്കെ കാണുന്ന ഡോക്ടർമാർ, അലോപ്പതിയുടെ ഉദാഹരണം പറഞ്ഞാണ്, അലോപ്പതിക്ക് കീഴ്പ്പെട്ട് പോയിട്ടുണ്ട് ഇന്ന് മറ്റു രോഗങ്ങൾ, മറ്റു ചികിത്സകൾ ഏറിയ കൂറും അലോപ്പതിക്ക് വഴിപ്പെട്ട് വരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇവരെ പറ്റി ദാഫിഉൽ ബലാ എന്ന് പറയുകയില്ല, വബാ എന്ന് പറയുകയില്ല. ദാഫിഉൽ ഹുമ്മ, ദാഫിഉൽ സുദാ എന്ന് പറയാം, തലവേദന നീക്കി എന്ന് പറയാം. വബാ എന്ന മനുഷ്യന് വരുന്ന ആത്യന്തികമായ സ്പിരിച്വലി കേടുകളെ, ഫിസിക്കലി കേടുകളെ നീക്കാൻ ഇയാൾക്ക് കഴിയില്ല. എന്തുകൊണ്ട്? ഈ ഹുമ്മയോ സുദാവോ പനിയോ തലവേദനയോ നീങ്ങാൻ വേണ്ടി ഇയാൾ കൊടുക്കുന്ന മരുന്ന് മറ്റുള്ള അനാരോഗ്യങ്ങളെ ഉണ്ടാക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെയായത്? എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെയായത്? ഇയാൾ നിരപരാധിയാണ്. ഇയാൾ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. വളരെ വലിയ ഒരു ശബക്കത്തുൽ ആലമിയ, ഒരു ലോകം മുഴുവൻ നീണ്ടു കിടക്കുന്ന ഒരു ശബക്കത്തുൽ ഖിദാഇയ, ഒരു ചതിയുടെ നെറ്റ്വർക്കാണത്. ആധുനിക ചികിത്സ എന്ന് പറഞ്ഞാൽ ചതിയുടെ ഒരു നെറ്റ്വർക്കാണ്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ അയാൾക്ക് ഇലാഹിയായ നുസ്രത്ത് കിട്ടണം, അതോൾക്കൂട്ടി ഇയാൾക്ക് ഇല്ലതാനും. പിന്നെ അയാൾ ഇതിന്റെ ഭാഗമാകാൻ കാരണം എന്താ? ലാഭത്തിന്റെ പ്രതീക്ഷ. എന്തും ഇന്ന് വളരെ നമ്മൾ ചിന്തിക്കണം. ദാഫിഉൽ ബലാഇ വൽ വബാഇ എന്ന് പറയാൻ ഇന്ന് നമുക്കൊരാളെ കിട്ടാന്ന് പറഞ്ഞാൽ അത് കഴിയൂല പലപ്പോഴും. ഞാൻ ഇന്ന് നേരെ വെളുത്തിട്ട് സുബഹ് നിസ്കരിച്ച് എൻ്റെ കൂടെ ഉള്ള ഒരാളോട് പറഞ്ഞിട്ടുണ്ട്, ആത്മീയ ചികിത്സയിലേക്ക് ആളെ പറഞ്ഞേക്കുമ്പോൾ 100 തവണ ആലോചിക്കണം. ആത്മീയ ചികിത്സക്ക് വേണ്ടി ആളെ പറഞ്ഞേക്കുമ്പോൾ 100 വട്ടം ആലോചിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകളെ പറഞ്ഞേക്കരുത്. ഞാൻ എൻ്റെ അടുത്ത് ദാറുൽ ഖുർആനിൽ പല ആളുകളും വരാറുണ്ട്. വെള്ളിയാഴ്ച ഇത് പറയും, ഇങ്ങനെ വീട്ടിൽ സുഖമില്ല, അങ്ങനെയല്ലേ എന്ന് വന്നിട്ട്. അപ്പൊ ഞാൻ അവരോട് പറയും, നിങ്ങൾ ആണുങ്ങൾ വരണം, പെണ്ണുങ്ങൾ വരരുത്. എന്തുകൊണ്ട്? പെണ്ണുങ്ങളെ പറഞ്ഞേക്കാവുന്ന ഒരു സ്ഥലം എൻ്റെ കയ്യിലില്ല, ആണുങ്ങൾ തന്നെ വരണം. എന്താ അങ്ങനെ പറയാൻ കാരണം? ആത്മീയ ചികിത്സകൾ എന്ന് പറഞ്ഞാൽ ഒരു നൂൽമ കളിയാണ്. ഒരു സെക്കൻഡ് കൊണ്ട് അത് ശിർക്കായി മാറും. ഒരു സെക്കൻഡ് കൊണ്ട് ഒരു നേരിയ നൂൽപ്പാട മാത്രമാണ് ഷിർക്കിന്റെയും തൗഹീദിന്റെയും ഇടയിൽ ആത്മീയ ചികിത്സയിലുള്ളത്. ഏതൊരു ആത്മീയ ചികിത്സയും ഷിർക്കും. വളരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ 100% ചിന്തിക്കണം. ആത്മീയ ചികിത്സയിലേക്ക് പെണ്ണുങ്ങളെ ഒറ്റക്ക് പറഞ്ഞേക്കാൻ പാടില്ലാത്തതാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? അതായത് ആത്മീയ ചികിത്സ എന്ന് പറഞ്ഞാൽ ചില കർമ്മങ്ങളല്ല, ആ കർമ്മങ്ങളിലെ ഇലാഹിന്റെ പൊരുത്താണ്. ഈ ഇലാഹിന്റെ പൊരുത്തം വേണമെങ്കിൽ ഇയാൾ അത്രയും സൂക്ഷിക്കണം. ഹറാമ് പോയിട്ട് കറാഹത്ത് പോലും സൂക്ഷിക്കണം. അപ്പോഴേ അതിൽ ഇലാഹിന്റെ പൊരുത്തം ഉണ്ടാവും. ഇതേ സാധനം എന്താക്കാൻ പറ്റും? ഷിർക്കിന് മണൽ ഉണ്ടാക്കാം. ഒരു ഷിർക്കിന്റെ ഒരു ചികിത്സാ കേന്ദ്രത്തിൽ നിങ്ങൾ ചെന്നാൽ അയാൾ എന്താ നിന്റെ പേര്? അബ്ദുറഹ്മാൻ. എന്താ പേര്? യാസർ. എന്താ പേര്? അമീർ. ഞാൻ എന്നോട് പറയും യാസിൻ ഓടിക്കോ. ഇത് കേട്ട് പോലും നമ്മൾ വിചാരിക്കും എത്ര നല്ല മനുഷ്യൻ, നമ്മളൊന്നും പറഞ്ഞല്ലോ. നമ്മൾ പറഞ്ഞത് നിങ്ങളുടെ കൂടെ അല്ലേ? നമ്മളോട് പറഞ്ഞ എന്താ? യാസിനോടാണ്. ആരാ യാസിനോടാ പറയുന്നത്? ഷിർക്കിന്റെ ഏറ്റവും വലിയ കൊടിയ ഒരാൾ. അയാൾ നമ്മളോട് പറയുന്നത് എന്താണ്? അയാൾ പറഞ്ഞതനുസരിച്ച്. അപ്പോൾ ഇതിന്റെ കൽപ്പകനാരാ? കൽപ്പിച്ചവനാരാ? ഒരു ഷിർക്കിന്റെ വലിയ ആള് കൽപ്പിച്ചിട്ടാണ് നമ്മൾ ഓതുന്നത്. എന്ത്? അപ്പോൾ ആ യാസീനിൽ എന്ത് സ്വാധീനം ഉണ്ടാവും? അവർക്ക് പിശാച് വേഗം ഓതുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? പിശാച് വേഗം ഓതുന്നു എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലേ? എന്താ അതിന്റെ അർത്ഥം? അപ്പൊ പിശാച് വേദം ഓതുവല്ലോ. വേദം ഓടാൻ ഇവിടെ ആർക്ക് കഴിയും? പിശാച് വേദം കേട്ടപ്പോ പറയല്ല, പിശാച് വേദം ഓതുന്നു. ഈ ഇരിക്കുന്ന അത്രമാൻ ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇരിക്കുന്ന അത്രമാൻ ഒരു 6 മാസം 8 മാസം 1 കൊല്ലം മുമ്പായിരിക്കും, ഇന്നാലിന്റെ സ്ഥലത്തൊരു ചികിത്സ ഉണ്ട്, ഞാൻ പോട്ടെ. അപ്പൊ എത്രമാൻ 100 ആലോചിച്ചു. നല്ല ആളാണ്, ഞാൻ ആലോചിച്ചതാ. ഇല്ല എത്രമാൻ എന്തുകൊണ്ട്? മോശപ്പെട്ട സ്ഥലത്തും നല്ലതാ കൽപ്പിക്കുക. ഇതിന്റെ ഉള്ളിലൊരാളുണ്ടാവും പിശാച്. ആ പിശാചിനെ മനസ്സിലാക്കാൻ ഹക്കും ബാത്തിലും ഇന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയില്ല. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേക കാല. ഈ കാലത്തെ ഹക്ക് ബാത്തിൽ വേർതിരിച്ചെടുക്കാൻ കഴിയൂല. 100 കണ്ണുണ്ടായിട്ട് കഴിയണില്ല, പിന്നെന്തോ സാധാരണക്കാർക്ക് കഴിയൂല.
ബാത്തിലിനെയും ഇന്ന് വേർതിരിച്ചെടുക്കൽ ഭയങ്കര പ്രയാസമാണ്. എന്തുകൊണ്ട്? ഇത് കൽപ്പിക്കുന്ന ആൾ മനുഷ്യനാണ്. മനുഷ്യനെ പുറത്തെ സൃഷ്ടിയില്ല. മനുഷ്യൻ കാപ്പട്ടിയാണ്. കാപ്പട്ടിയുള്ള സൃഷ്ടി ലോകത്തിൽ, ഈ ലോകത്തൊരു സൃഷ്ടിയിൽ. അപ്പൊ ഏതൊരു കള്ളനും ആത്മീയ ചികിത്സയെ അയാളുടെ കള്ളത്തരത്തെ പതിറ്റാണ്ട് 10, 25, 35, 45 കൊല്ലം ഉള്ളിൽ ഒതുക്കിയിട്ട് കള്ളനായിട്ട് നല്ല ആളായി അഭിനയിക്കാൻ കഴിയും. ഈ കാര്യം കഴിയുന്ന ഒരൊറ്റ ജീവി മനുഷ്യൻ മാത്രമാണ്. ഈ ലോകത്ത് ഏതൊരാൾക്കും ശത്രുതയുണ്ടെങ്കിൽ ശത്രുത പ്രകടിപ്പിക്കാത്തൊരു ജീവി ഉണ്ടെങ്കിൽ അത് മനുഷ്യൻ മാത്രമാണ്. ഒരു സിംഹത്തിന് നിങ്ങളെ കൊല്ലണം, തിന്നണം എങ്കിൽ സിംഹം വളരെ ദൂരെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരും. ഞാൻ നിന്നെ ശത്രുവായി തീരുമാനിച്ചിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ പിടിക്കും. ആ ചതി അറിയില്ല, സിംഹത്തിന് ചതി അറിയില്ല. പാമ്പ് നിന്നെ ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും? പത്തി വളർത്തും. എന്താ അർത്ഥം? ഞാൻ നിന്നെ ശത്രുവായി കണ്ടിട്ടുണ്ട്, നിനക്ക് രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ കുത്തും. എന്തും നീ ഇൻഫർമേഷൻ തരും. നീ എൻ്റെ ശത്രു, ഞാൻ നിന്നെ ശരിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചിരിക്കൂല. കാപ്പറ്റ്യം ഒളിപ്പിച്ചു വെക്കാൻ കഴിയുന്ന ഒരു സൃഷ്ടി ലോക ചരിത്രത്തിലുണ്ടെങ്കിൽ മനുഷ്യൻ മാത്രം. അതുകൊണ്ട് തന്നെ മനുഷ്യനുമായി ഇടപെടുന്ന ഏത് കാര്യത്തിലും 100 വട്ടം ആലോചിക്കണം. 100 വട്ടം ആലോചിക്കണം. 100 വട്ടം ആലോചിച്ചാലും മതിയാവില്ല. ഭയങ്കര തികഞ്ഞ ചതിയായിരിക്കും. ചതി എന്ന് പറയാൻ പറ്റൂല. എനിക്കത് ചതിയാണ് പറയില്ല, പറയാൻ പറ്റൂല, വിശ്വസിക്കൂല. ഞാൻ മിണ്ടാതിരിക്കലുണ്ട്. എത്രയോ ആളുകളെ മുന്നിൽ പറഞ്ഞാൽ നമ്മളെ ഒരു തള്ളിക്കളയും. ഇന്ന് മുസ്ലിം പെണ്ണുങ്ങൾ മുഴുവൻ അടിമയായി അഡിക്റ്റായിരിക്കുന്ന ഒരു ചതി, ഒരു വൻ ചതിയാണ്. പറയാൻ പറ്റൂല, പറഞ്ഞാൽ വമ്പ പ്രശ്നം. എനിക്കറിയാം, പറഞ്ഞാൽ നിങ്ങൾ പോലും സ്വീകരിക്കൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതാ ഞാൻ പറഞ്ഞത്, ആത്മീയ ചികിത്സ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. ആത്മീയ ചികിത്സ എന്ന് പറഞ്ഞാൽ ആത്മീയ ചികിത്സ ചെയ്യുന്ന ആള് അയാൾ ദാഫിഉൽ ബലാ ആണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഉള്ള ബലാ മുഴുവനും അങ്ങനെയാണ്. ശ്രദ്ധിക്കണം. ചില ആളുകൾക്ക് കൈ കൊടുക്കൂല. ഉറപ്പുള്ളവർക്കല്ല, അത് കൈ കൊടുക്കൂല. ഞാൻ ആദ്യ കാലത്ത് അത് അഹങ്കാരാന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അഹങ്കാരം അല്ല. എൻ്റെ ഈ കയ്യിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഈ കയ്യിൽ ചെളി, വെണ്ണീറ്, ചളി, വൃത്തികേട് ഒക്കെ ഉണ്ടായിരുന്നു. അതോടുകൂടെയാണ് ഈ നടക്കുന്നത്. അത് ഒഴിവാക്കാൻ നിനക്ക് കഴിയില്ല. അതിന്റെ സാന്നിധ്യം നീ അറിയുന്നുമില്ല. മനസ്സിലാവണം. മൂലയെ ചതിക്കണമെന്ന് നിനക്കില്ല. ഇതും കൂടി വന്നു കഴിഞ്ഞാൽ ഞാനിപ്പന് കൈ കൊടുത്തു, ഇനി എന്താ ഉണ്ടാവുക? ഇവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ചെളിയാണെങ്കിൽ എന്റെ കയ്യിലും ചെളിയോ. ഇവന്റെ കയ്യിൽ എന്തെങ്കിലും വല്ല തേനിന്റെയോ മറ്റോ അവശിച്ചാണെങ്കിൽ, മുട്ടായിന്റെ അവശിച്ചാണെങ്കിൽ ഞാൻ മിഠായി തിന്നണ്ട, ഞാൻ മിഠായി തിന്നിട്ടുമില്ല. അതാ വലിയ ഇടങ്ങേറ്. ഇവൻ ഈ മിഠായിയുടെ അവശിഷ്ടം കൊണ്ടു നടക്കുമ്പോ അവന് ധാർമ്മികമായ ഒരു ന്യായമുണ്ട്. എന്ത്? നെയ്യപ്പം തിന്നിട്ടുണ്ട്, നെയ്യപ്പം തിന്നുമ്പോൾ കുറച്ച് എണ്ണക്കാവും. ഞാൻ പരമപ്പാവും. ഞാൻ നെയ്യപ്പം തിന്നിട്ടില്ല. തിന്നാത്ത ഞാൻ ഇവനെ പോലെ ഞാനുമായി. എന്റെ കയ്യിൽ എന്തായി? നെയ്യപ്പത്തിന് അവശിഷ്ടായി. ആയോ എന്റെ ഇതന്നെ. ഒരാളെ കൈ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ആർക്കും കൈ കൊടുക്കണ്ടെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. കൈ കൊടുക്കാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് എനിക്കതിന് ന്യായം അറിയില്ല. വലിയൊരു ആര്യം കൈ കൊടുക്കാത്ത ഒരാളായാലും എനിക്കറിയാം. കൈ കൊടുക്കൂല. വലിയൊരു ആര്യം മരിച്ചുവിട്ട് കൊല്ലങ്ങൾ അനവധിയായി. വലിയ ആര്യം അദ്ദേഹം കൈ കൊടുക്കൂല. കാരണം അറിയാം. എന്തുകൊണ്ട്? ഭൂരിപക്ഷം മനുഷ്യരിലും എന്തിന്റെ സാന്നിധ്യം ഉണ്ട്? പിശാചിന്റെ. അങ്ങോട്ട് കയറി ഇറക്കാൻ കൊടുക്കണം, കുടുങ്ങും. വളരെ ചിന്തിക്കണം. കഴിയുമെങ്കിൽ ഒരാൾക്ക് മന്ത്രിച്ചു കൊടുക്കരുത്. മന്ത്രിച്ചു കൊടുക്കുന്നവൻ അയാളെ ശരീരത്തിൽ സ്പർശിക്കരുത്. മന്ത്രിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? മന്ത്രിക്കുമ്പോൾ ശരീരത്തിൽ സ്പർശിക്കരുത്. മന്ത്രിക്കാം, പക്ഷെ ശരീരത്തിൽ സ്പർശിച്ചാലോ? പുളിയർമ്പിന് ഒരു കാര്യം എന്ത് മനസ്സിലായി? പുളിയർമ്പിൽ നമ്മൾ അതിനെ മേലെന്നും താഴ്ന്നും തീയിടുകയാണെങ്കിൽ പുളിയർമ്പിന് മറ്റൊരു കൊമ്പിട്ടിയാൽ മതി. കൊമ്പിട്ടിയാൽ ഒറ്റ കയറാട് കയറി. സെക്കൻഡോട് ഈ പുളിയർമ്പ് എവിടെ എത്തി? മറ്റേ കൊല്ലം എത്തി. നീ ആ മരയെ പേടിക്കണ്ടുള്ളൂ. മരത്തിന്റെ പണി കഴിഞ്ഞ്. ചികിത്സാരികൾക്ക് നല്ലൊരു ശതമാനം ദുർമരണം സംഭവിക്കും. എന്തുകൊണ്ട്? സ്വന്തം ശരീരം കിട്ടൂല. പൈസ കിട്ടുന്ന കാലത്ത് അക്കാര്യം ശ്രദ്ധിക്കൂല. കാരണം ഇതിന്മേൽ വലിയ പൈസ കിട്ടും. ആത്മീയമായ ചികിത്സക്ക് അങ്ങനെയാണല്ലോ, പൈസ കിട്ടുമല്ലോ. അപ്പൊ സ്വാഭാവികമായും ചെറുത് കിട്ടിയാലും വലിയ പൈസ കിട്ടുമല്ലോ. അപ്പൊ സ്വാഭാവികമായും അക്കാര്യം ശ്രദ്ധിക്കൂല. സ്വന്തം ശരീരം കിട്ടൂല.
സ്വന്തം ശരീരം കെട്ടാതിരുന്നാൽ നേരെ കയറും. ആര് കയറും? പിശാച് കയറും. ഞാൻ ആത്മീയ ചികിത്സയുടെ പ്രശ്നം പറയണത്. ആത്മീയ ചികിത്സ അറിയുന്നവർക്ക് തന്നെ പ്രശ്നം. വളരെ സൂക്ഷിച്ചില്ലാതെ ആത്മീയ ചികിത്സ ചെയ്യാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാം? ആത്മീയ ചികിത്സ തൗഹീദിന് എന്നെ ഒറ്റയടിക്ക് ശിർക്കാവും. പിന്നെ പിശാചിനൊരു സ്വഭാവമുണ്ട്. പിശാച് ഒരാളെ ഉള്ളിലുണ്ടെങ്കിൽ തെറ്റിയിപ്പിക്കും. ഉറപ്പ് തെറ്റിയിപ്പിക്കും. നല്ലൊരു ശതമാനം ചികിത്സാരി വഴി തെറ്റിയാൽ അയാൾ സാനിയാവും, അല്ലെങ്കിൽ അയാൾ ഹോമോസെക്ഷാലിറ്റിക്ക് അടിമയിരിക്കും. ഇത് രണ്ടുമില്ലാതെ പിശാച് ഇഷ്ടപ്പെടുകയില്ല. അല്ലെങ്കിൽ അയാൾ സമ്പത്ത് പൂർണ്ണമായി ഹറാമായിരിക്കും. അതായത് ആത്മീയ ചികിത്സയിൽ ഒരു സെക്കൻഡിൽ വഴി തെറ്റിയാൽ ഇയാൾ ആരാകും? ശൈത്താൻ കയറും. ഒരു സെക്കൻഡിൽ വഴി തെറ്റിയാൽ 99% പോയാലും അപൂർണമാണ്. 1% പോയി 99% പൂർണ്ണത എത്തിയാലും അപൂർണമാണ്. 100%-ത്തിലേ എന്തുണ്ടാവുള്ളൂ? പൂർണ്ണത ഉണ്ടാവുള്ളൂ. 99% പൂർണ്ണത പോയാലും അപൂർണാണ്. 1% പൂർണ്ണത പോയി 99% പൂർണ്ണതയിലേക്ക് അടുത്തെത്തിയാലും അപൂർണമാണ്. അത് ശ്രദ്ധിക്കണം. ആ 1% അപൂർണത വന്നാൽ അതിലൂടെ എന്ത് കയറും? നിങ്ങൾ അടുപ്പിച്ച് നിൽക്കണം സ്വഫുകളിൽ. എന്തുകൊണ്ട്? ഒരു ചെറിയ വിടവുണ്ടായാൽ നിങ്ങൾക്ക് അത്രയും കളി കാറ്റുകൊണ്ട് നിസ്കരിക്കാനോ എന്നല്ലല്ലോ നബി പറഞ്ഞത്. അതിന് ആ വിടവിൽ പിശാചിന്റെ പിശാചുക്കളുടെ തല ആ വിടവിലൂടെ പുറത്തേക്ക് വരുന്നത് ഞാൻ കാണുന്നുണ്ട് എന്ന് പുണ്യ റസൂൽ മുസ്തഫ. ഒരല്പം വിടവുണ്ടാകാൻ സംഭവിച്ചില്ല. വിടവുണ്ടായ പിശാച് ഒരു ചെറിയ വിടവുണ്ടായി. ഒരു ആത്മീയ ചികിത്സക്കൊക്കെ തകർച്ച വരാൻ പൂർണ്ണമായി നശിക്കണ്ട. ചെറിയ വിടവുണ്ട് ചുറ്റുന്നു. അതുകൊണ്ട് പഴയ കാലത്ത് ആത്മീയ ചികിത്സാരികൾ ഹറാമ് മാത്രമല്ല എന്ത് സൂക്ഷിക്കും? ഖറാത്ത് സൂക്ഷിക്കും. ഖറാത്ത് പോലും സൂക്ഷിക്കും. എങ്കിൽ പിന്നെ ഹറാം എന്നെ സൂക്ഷിക്കൂലെങ്കിലോ? അപ്പോ ചിലപ്പോൾ 1-2% അല്ലെങ്കിൽ 10% ഒക്കെ ഇയാൾക്ക് പൂർണ്ണത ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ അയാൾ ആവറേജ് നല്ല ആളായിരിക്കും. അപ്പോൾ ഇയാളിൽ ഒരല്പം സ്വാധീനം ആർക്ക് വരും? ഷെയ്ത്താൻ. ഈ ഷെയ്ത്താൻ വ്യഭിചരിക്കാൻ കൽപ്പിക്കും. വ്യഭിചാരം എന്നാൽ എന്താ? ഏതൊരാൾക്കും എപ്പോഴും സംഭവിക്കാവുന്നതാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഏതൊരാൾക്കും എപ്പോഴും സംഭവിക്കാവുന്നതാണ്. വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അർആ ബുർഹാന റബ്ബി. വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അർആ ബുർഹാന റബ്ബി. വലഖദ് ഹമ്മത് ബിഹി. യൂസുഫിൽ തിന്മ അവൾ ഉദ്ദേശിച്ചു. വഹമ്മ ബിഹാ, അവളിൽ യൂസുഫ് നബിയും തിന്മ ഉദ്ദേശിക്കുമായിരുന്നു. ലൗലാ അർആ ബുർഹാന റബ്ബി, അല്ലാഹുവിന്റെ ബുർഹാനിന്റെ ബാരിക്കേട് ഈ മനുഷ്യനെ ഇല്ലായിരുന്നുവെങ്കിൽ. അല്ലാഹു കാക്കട്ടെ. സദാസമയം അല്ലാഹുവിന്റെ ബുർഹാൻ വലയം ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ, കാരണം അത്ര ചെറുപ്പക്കാരത്തിയായ പെണ്ണ്, അത്ര അതിസുന്ദരിയായ പെണ്ണ്, അത്രയും എന്താ പറയുക പ്രഭുകുമാരിയായ ഒരു പെണ്ണ് തന്നെ എന്ത് ചെയ്തു? വഹല്ലഖത്തിൽ അബ്വാബ്, എല്ലാ വാതിലും അടച്ചുപോയി. ഇനി അവിടെ ആരുമില്ല. എന്നിട്ടാണ് വലഖദ് ഹമ്മത് ബിഹി വഹല്ലഖത്തിൽ അബ്വാബ്, എല്ലാ വാതിലും അവൾ അടച്ചു. അടുത്ത വരിയിലാണ് വലഖദ് ഹമ്മത് ബിഹി. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിൽ അവൾ തിന്മ ഉദ്ദേശിച്ചു. വഹമ്മ ബിഹാ ലൗലാ റഅ ബുർഹാന റബ്ബി, അല്ലാഹുവിന്റെ ബുർഹാൻ, അല്ലാഹുവിന്റെ മഹത്തമായ സത്യത്തിന്റെ സലക്ഷ്യം ഈ മഹാനെ പൊതിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരു മനുഷ്യൻ എന്ന പരിഗണനയിൽ ഈ മനുഷ്യനും വീണു പോവേണ്ടതായിരുന്നു. അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ പിന്നെ നിങ്ങളിൻ്റെ അവസ്ഥ എന്താ? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏതുപോലെയാണ്? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏതുപോലെയാണ്? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമം മാത്രമാണ്. അതിന് നന്മ ഭരിക്കുമ്പോൾ നന്മ ചെയ്യും, തിന്മ ഭരിക്കുമ്പോൾ തിന്മയും. ഏതൊരാൾ നാശവും. ചെറിയ സുഷിരത്തിലൂടെ ആര് കയറി നിൽക്കും? പിശാച്. പിശാച് കയറി നിന്നാൽ ആദ്യം ചെയ്യിപ്പിക്കുക, വ്യഭിചരിപ്പിക്കണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തി. മനസ്സറിഞ്ഞാമീൻ പറയും. അല്ലാ വ്യഭിചാരത്തിനെ തൊട്ട് നീ ഞങ്ങളെ കാക്കണമേ റബ്ബേ. വ്യഭിചാരത്തെ തൊട്ട് നീ ഞങ്ങളെ കാക്കണമേ. വ്യഭിചാരത്തിനെ തൊട്ട് നീ ഞങ്ങളെ കാക്കണമേ റബ്ബേ. ഹബാഇലു ശർരി നിസ്വാനുൻ വകം ഹലകു മിൻ സാലിഹിൻ നാസിഹിൻ മിൻഹുന്ന ബിൽ ഖുർബി. ഹബാഇലു ശർരി നിസ്വാനുൻ, ഷർറിന്റെ കയറുകൾ എപ്പോഴും സ്ത്രീകളാണ്. ഹബാഇലു ശർരി നിസ്വാൻ, പെണ്ണ് രണ്ട് കാര്യത്തിന് അടിമയായിരിക്കും, പക്ഷെ അത് പ്രകടിപ്പിക്കൂല. ഒന്ന് പണത്തിന്, രണ്ട് പ്രസിദ്ധിക്ക്. ഇല്ല മൻ അസ്മഹല്ലാ, അല്ലാഹുവെ സംരക്ഷിച്ചാൽ മാത്രം ഒഴിവാകും. പെണ്ണിന്റെ സ്വഭാവം അങ്ങനെയാണ്. സ്റ്റേബിളായ അവസ്ഥ ഉണ്ടാവില്ല. ആലിബ് കിട്ടിയാൽ ആലിബിനനുസരിച്ച് നടക്കും, ഔല കിട്ടിയാൽ ഔലയൊക്കെ അനുസരിച്ച്
ഔലിയ മരിച്ചു പിന്നെ സർക്കസുകാരനെ കിട്ടിയെങ്കിൽ വളരെ മൂടിപ്പൊതച്ച് കിടന്നിരുന്ന ഒരു പെണ്ണിനെ പിന്നെ കെട്ടിയത് വളരെ മൂടിപ്പൊതച്ച് എമ്പാടും മൂടിപ്പൊതച്ച് നടന്നിരുന്ന ഒരു പെണ്ണിനെ പിന്നെ ഒരു ഭൗതികവാദി കെട്ടി. അവളെ കണ്ടിട്ട് എൻ്റെ ഉമ്മ എന്നോട് 10 കൊല്ലം പറഞ്ഞിട്ടുണ്ട്, ഞാനത് ഓളാണോ തെറ്റിദ്ധരിച്ച് എൻ്റെ മനസ്സിൽ ഓളാന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഇത്രയായി കുപ്പയുള്ളൂ. ഈ കുട്ടി എന്നോട് ഞാൻ ശങ്കിച്ചു പോയി. എൻ്റെ അപ്പനോട് പറഞ്ഞതാ. എന്തുകൊണ്ട് ഓളെ പിന്നെ കിട്ടിയത് സമ്മാടിയാണ്. പിന്നെ അതിനകത്ത് മൊത്ത പെണ്ണ് അങ്ങനെയാണെന്നല്ല, അല്ലാന്നും അല്ല. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഭർത്താവിനെയും നല്ല കുടുംബ സാഹചര്യവും ഒരു പെണ്ണിന് നൽകിയാൽ ആ പെണ്ണിനെ കൊണ്ട് ആ പെണ്ണ് വിജയിച്ചു. അങ്ങനത്തെ പെണ്ണിനെ കിട്ടിയ കുടുംബം വിജയിച്ചു. ആണൊരു പോയിന്റിൽ സ്റ്റേബിൾ ആയിരിക്കും. പെണ്ണിനെ നന്നാക്കാൻ എളുപ്പമാണ്, നാശാക്കാൻ എളുപ്പമാണ്. ആണിനെ നന്നാക്കാനും ബുദ്ധിമുട്ടാണ്, നാശാക്കാനും ബുദ്ധിമുട്ടാണ്. ഞാൻ മോശാക്കല്ല, അവര് വള എങ്ങനെയാണോ, ഒരു വള അങ്ങനെ രീതി അങ്ങനെയാണ്. ഇപ്പൊ ആത്മീയതാണ് പറഞ്ഞാൽ 100% ആലോചിക്കണം. ആത്മീയതയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഒരു പെണ്ണിനെ ഒരു ആത്മീയ ചികിത്സയുടെ അടുത്തേക്ക് പറഞ്ഞേക്കുമ്പോൾ 100% ശ്രദ്ധിക്കണം. കാരണം അയാൾക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടുള്ള ബന്ധം ഒരല്പം കുറഞ്ഞാൽ ആ അളവിൽ ഇയാൾക്ക് ബന്ധം എന്തിനോടുണ്ടാവും? പിശാചിന് ജനങ്ങളെ പേപ്പിക്കാൻ ഏറ്റവും നല്ല കൂട്ടലിൽപ്പെട്ട ഒരു വിഭാഗമാണ് ആര്? ചികിത്സകർ. ഒരു ഡോക്ടർ ഒരു കാര്യം പറഞ്ഞാൽ സ്വീകരിക്കും, ഒരു ഡോക്ടറാണ് സ്വീകരിക്കും. ഒരു ഡോക്ടർ നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ നിസ്കരിക്കും. ഇതുപോലെ ചികിത്സ അപ്പുറത്തെ ആത്മീയ ചികിത്സാവാദി. എന്തുകൊണ്ട്? ആത്മീയ ചികിത്സാധിവാദിയെ സംബന്ധിച്ചിടത്തോളം അവരെ ഭൂരിഭാഗം കാര്യങ്ങളും ഗൂഢമാണ്. അപ്പോൾ അതൊക്കെ ചികിത്സയുടെ ഭാഗമാണ്, ജനങ്ങൾ ധരിക്കും. അങ്ങനെ ആവുമ്പോൾ മനുഷ്യരെ പിഴപ്പിക്കാൻ എളുപ്പത്തിൽ കഴിയും. അങ്ങനെ ലോകത്തുള്ള ഈ ആത്മീയ ചികിത്സ ചെയ്യുന്ന ആളിൽ 2% അവർ വിചാരികളായിരിക്കും. എപ്പോൾ അവർക്ക് പിഴച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിക ചിത്രത്തിൽ തന്നെ പരിധിയൊന്നുമില്ലാത്തതിൽ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ വളരെ സൂക്ഷിക്കട്ടെ. മറ്റേ പ്രശ്നത്തിന്റെ പ്രശ്നമുള്ള സ്ഥലമാണ്. ഒരു സെക്കൻഡിൽ പോലും പിശാച് തെറ്റിയിപ്പിക്കും. ഒന്നിരിക്കലും വിചാരിപ്പിക്കും, അല്ലെങ്കിൽ ആൺകുട്ടികളെ പിന്നാലെയാക്കും. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലെങ്കിൽ സമ്പത്ത് കേടായിരിക്കും. സമ്പത്ത് കേടായാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇനി നാശാക്കാനൊന്നുമില്ല, എപ്പോഴും നാശം. അപ്പൊ ഞാനിതിവിടെ പറയാനുള്ള കാരണം ദാഫിഉൽ ബലാഇ വൽ വബാ എന്നൊരു സമ്പൂർണ്ണനെ പറ്റി അല്ലാതെ പറയാൻ പറ്റൂല. പ്രത്യേക താല്പര്യം ഉണ്ടാക്കാൻ പാടില്ല. ആധുനിക ലോകത്ത് എല്ലാം ഇൻഡസ്ട്രി ആവാനുള്ള കാരണം എന്താണ്? എല്ലാം ഇൻഡസ്ട്രിയാണ്. ആതുര സേവനം, പഴയ കാലത്ത് ആതുര സേവനം എന്ന് പറഞ്ഞാൽ എന്താണ്? കൊടുത്താൽ വാങ്ങും, കൊടുത്തില്ലെങ്കിൽ ചോദിക്കൂല. ഇന്ന് ഏറ്റവും ലാഭകരമായ ബിസിനസ്സാണ് എന്ത്? ആതുര സേവനം. എന്തുകൊണ്ട്? അത് ലാഭത്തിൽ അധിഷ്ഠിതമാണ്. ഏതൊരു കാര്യം ലാഭത്തിൽ അധിഷ്ഠിതമാണോ അതിന്റെ പൂർണ്ണ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അത് പിശാചിന് എളുപ്പമായിരിക്കും. ഒരു ലാഭവും പ്രതീക്ഷയില്ലാത്ത ഒരാൾക്ക് മാത്രമേ ദാഫിഉൽ ബലാഅ് ആകാൻ പറ്റുള്ളൂ. ദാഫിഉൽ ബലാഅ് വബാഉം അയാൾക്ക് ആകാൻ പറ്റുള്ളൂ. ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അമ്പിയാക്കൾ എപ്പോഴും പറയുന്ന വാക്കാണ്, ഞങ്ങളുടെ പ്രതിഫലം അല്ലാഹുവിങ്കലാണ്. അപ്പോൾ ഭൗതിക ലോകത്ത് പ്രതിഫലം ഇല്ല. ഭൗതികമായ ലോകത്ത് പ്രതിഫലം ഇല്ല. ആഗ്രഹിക്കില്ല, പ്രതിഫലവും ഇല്ല. പിന്നെ ജീവിക്കാനുള്ള ഒരാളോ അതുപോലെ ഏതൊരാൾക്കും ദുനിയാവിന്റെ അയാളുടെ ആവശ്യകത അയാൾക്ക് എടുക്കാം. അതൊരാഗ്രഹമല്ല, അത് അയാളുടെ അവകാശമാണ്. അമ്പിയാക്കളോ എല്ലാം അവർ മനസ്സിലാക്കി, കേവലം പ്രവാചകന്മാരല്ല. അമ്പിയാക്കളാണ്. ശ്രദ്ധിക്കണം കേട്ടോ. അമ്പിയ എല്ലാം ലോകത്തോട് പറഞ്ഞ വാക്കാണ് എന്ത്? ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്. എൻ്റെ പ്രതിഫലം ആരുടെ അടുത്താണ്? അല്ലാഹ്. അപ്പോൾ എനിക്ക് യാതൊരു ലാഭവും ദുനിയാവിൽ ഇല്ല. പിന്നെ കഴിക്കേണ്ടത് കഴിക്കണം, ഭക്ഷണം കഴിക്കുന്ന അയാളുടെ ലാഭമൊന്നുമല്ല, അത് അയാളുടെ നിലനിൽപ്പിന്റെ അനിവാര്യതയാണ്. അത് അയാൾക്ക് ഹലാലായ മാർഗത്തിൽ എടുക്കാനുള്ള അവകാശം, അത് ലാഭപ്രതീക്ഷയല്ല. അംശം, ഈ ലോകത്തെ നിന്റെ അംശം. ഖാറൂനോട് പറഞ്ഞ വർത്താനം അല്ലാഹു തആല ഖാറൂനോട് എന്ത് പറഞ്ഞു? നിനക്ക് ഈ ലോകത്തൊരു അംശമുണ്ട്, ആ അംശത്തെ നീ എടുത്തോ, അത് നിന്റെ അർഹതയാണ്. ഒരു അംശം എടുക്കൽ നിന്റെ അർഹതയാണ്, അത് ലാഭമല്ല. അമ്പിയാക്കൾക്കൊന്നും ലാഭമില്ല. ലാഭം ആരിലാണ്? അപ്പോൾ അവർ പൂർണ്ണത. അതായത് ഒരു ഭൗതികയും അവരെ ബാധിക്കൂല, ഒരു ഭൗതികതയും അവരെ ബാധിക്കേയില്ല. ഒന്നും അവരെ ബാധിക്കൂല, ഒന്നും ബാധിക്കൂല. അമ്പിയാക്കൾക്ക് ഒരു ലാഭമല്ല. ആര് മാത്രം? അല്ലാഹ്. അപ്പോൾ അല്ലാഹു അവരെ പൂർണ്ണ തവക്കുലാണ്. തവക്കുൽ
തവക്കുൽ അവരെ തൊട്ട് വിട്ടു നിൽക്ക പോലുമില്ല. അവർ തവക്കുൽ കേറ്റണ്ട, അവർ തവക്കുലിൽ പടക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അവർ മനസ്സീമിങ്ങളാണ്. അവരുടെ ഊട്ടിൽ തന്നെ എന്തുണ്ട്? തവക്കുലുണ്ട്. നമ്മളെ ഊട്ടിൽ തവക്കുലില്ല, പിന്നെ നമ്മൾ തവക്കുൽ പഠിക്കും. അപ്പൊ നമ്മൾ തവക്കുൽ വയറു പറയും, പക്ഷെ തവക്കുലുണ്ടാവില്ല. തവക്കുലെ പറ്റി പുസ്തകം എഴുതും, തവക്കുലുണ്ടാവില്ല. അവസാനത്തെ അത്താഴത്തിനും തന്റെ പടയെങ്കിൽ യഹൂദിയുടെ വീട്ടിൽ പണയപ്പെടുത്തിയിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ യഹൂദിയുടെ വീട്ടിൽ പണയപ്പെടുത്താനുള്ള കാരണം, യഹൂദി ആകുമ്പോൾ കൃത്യമായി പണം വന്ന് സാധനം അവിടെ വെക്കും, പിന്നെ പൈസ കൊടുത്താലേ തിരിച്ചു വരുള്ളൂ. മറ്റത് ആരെങ്കിലും തൻ്റെ പേര് മനസ്സരിവ് ചെയ്യും. ഇതാ ആ പടയെങ്കിൽ അവിടെ വെച്ചിട്ട് കുറച്ച് പണം കടം വരണം, അല്ലെങ്കിൽ 2 സായ ഗോതമ്പ് കടം വരണം എന്ന് പറഞ്ഞാൽ, അള്ളാന്റെ മുസ്തഫ നബി അല്ലേ നിങ്ങളാ പടയെങ്കിൽ കൊണ്ടുപോയി എന്താ 4 ലിറ്റർ ഇതാ കൊണ്ടുപോയി, അത് എനിക്ക് വേണ്ട. അള്ളാഹ് റസൂൽ 2 സായ ഗോതമ്പിന് കുഴങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ സ്വാഭികൾ പടയെങ്കിൽ വാങ്ങുമോ? ഇല്ല. റസൂൽ അതിന് കുഴങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ പരയൊന്നും കൊടുത്തേക്കൂലേ? ഇതെന്തേ ചൂടൻ 2 സായ ഗോതമ്പ് വേണം, പടയെങ്കിൽ പണയപ്പെടുത്തി. പിന്നെ അത് കൊടുക്കും. ഇല്ല അലി, അലി അല്ലാതെ ആരും എന്നെ തൊട്ട് വീട്ടാൻ പാടില്ല. വലിയ അവസരത്തേക്കൂല പറ വീട്ടണ്ട. അലിയ അലി എൻ്റെ ഭാഗമാണ്, മോനെന്നെയാണ്, സഹോദരൻ ഉറപ്പാ, പിന്നെ ആരുമാണ്? മോനാണ്, മരുമോന്നറ മോനല്ലേ. ഇല്ല അലി, എൻ്റെ കടം അലി അല്ലാതെ വീട്ടാൻ പാടില്ല എന്ന് പുണ്യ റസൂൽ മുസ്തഫ. ഞാൻ എൻ്റെ ഭാഗം തന്നെയാണ്, എൻ്റെ കുട്ടിയാണ്, എൻ്റെ ചോരയുടെ ഭാഗമാണ്. ഞങ്ങളൊക്കെ അബ്ദുൽ മുത്തലിബിനാണ്. അനബിനു അനബിയു ലാ കദിബ് അനബിനു അബ്ദുൽ മുത്തലിബ്. ഞാൻ മുത്തലിബിന്റെ മകനാണ്, അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്. അബ്ദുൽ മുത്തലിബിന്റെ മകൻ തന്നെയാണ് ആരും. അബ്ദുൽ മുത്തലിബിന്റെ മകന്റെ മകനാണ് ഞാൻ. അബ്ദുൽ മുത്തലിബിന്റെ മകന്റെ മകനാണ് ആരും. സൈദന അലിയും ഞങ്ങൾക്കൊന്നും തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യ കടം ആരും വിട്ടാൻ പാടില്ല. മറ്റേ കടം മിക്ക കട ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേനും പായും വീട്ടാന് ആരും പായണ്ട. ഇന്ത്യ കട ആരും വിട്ടാൻ പാടില്ല. ആരല്ലാതെ? അലിയല്ലാതെ. അലിയോ മരുമോനാണെങ്കിൽ ഉസ്മാൻ വിട്ടു കൊടുക്കണ്ടേ? മോനാളി അലിയോ? അലിക്ക് ഒന്നും കയ്യിലില്ല, നയിച്ചു കൂട്ടണം. ഉസ്മാനോ റളിയല്ലാഹു ഏറ്റവും വലിയ പണക്കാരനാണ്, വലിയ ആളല്ലേ ഉസ്മാൻ. അതെ, പക്ഷെ എന്തല്ല, എന്റെ തടിയുടെ ഭാഗമല്ല. എന്റെ തടിയുടെ ഭാഗം ആരാണ്? സയ്യിദുനാ അലിയാണ് റളിയല്ലാഹു അൻഹു. വലിയ മഹാൻ സിദ്ദീഖുൽ അക്ബർ തന്നെ. പക്ഷെ ഇത് ഇന്ത്യനാണ്, എന്റെ ചോരയാണ്. ആർക്കും അതിന്റെ പേരിൽ അഭിമാനം വേണ്ട. ഒരു ലാഭവും ഇല്ല, ഒന്നുമില്ല. ജീവിക്കേണ്ട ഒരു ലാഭമല്ല. ഈ ലോകം ഇങ്ങനെ നശിക്കാനുള്ള കാരണം എന്താ? ലാഭ താല്പര്യം. അമ്പിയാക്കൾക്ക് ലാഭ താല്പര്യമില്ല. അമ്പിയാക്കൾ ഈ ഖുർആൻ ഇടക്കിടക്ക് പറയും നബിമാർ ഇന്നാജില്ലാഹ്. ഇത് നൂഹ് നബി പറഞ്ഞിട്ടുണ്ട്, ഇത് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, എന്തിനാ ഇവരിങ്ങനെ ആവർത്തിച്ച് പറയുന്നത്? അതാണ് അടിസ്ഥാനം. ലാഭപ്രതീക്ഷ ഉണ്ടാവുമ്പോൾ ആത്മാർത്ഥം അത് പൂർണ്ണമാവൂല. ആത്മാർത്ഥമൊക്കെ ഉണ്ടാവും, പക്ഷെ എന്തല്ല, പൂർണ്ണനല്ല, പൂർണ്ണനുണ്ടാവില്ല. അമ്പിയാക്കൾ പൂർണ്ണര, പക്ഷെ അവർക്ക് ജീവിക്കാനുള്ള വകുപ്പ് കിട്ടിയിട്ടില്ലേ? അതൊരു ലാഭമല്ല, അതിവിടെ നിലനിൽക്കാനുള്ള ഒരു രീതിയാണ്. ഇവിടുത്തെ ഒരു അംശമാണ്. ലോകം മുഴുവൻ നശിക്കാനുള്ള കാരണം എന്താ? എന്തിനും ലാഭം. അത് ലാഭം, പുതിയ ലാഭം ഉണ്ടാവും, പുതിയ ലാഭത്തിലേക്ക് പോകും, വീണ്ടും പുതിയ ലാഭത്തിലേക്ക് പോകും, വീണ്ടും പുതിയ ലാഭത്തിലേക്ക് പോകും. കള്ളു കുടിച്ചൊന്നും സാധാരണയായി ഒരു ക്ലാസ്സാണ് കുടിച്ചിരുന്നതെങ്കിൽ അതങ്ങനെ കുടിച്ച് വരുന്നതോടുകൂടെ 1 കൊല്ലോ 1.5 കൊല്ലോ ഒക്കെ ആയാൽ അത് പിന്നെ അതിൻ്റെ രീതിയായി മാറും. പിന്നെ പൂസാകണമെങ്കിൽ 1.5 ക്ലാസ് 2 ക്ലാസ് ആക്കേണ്ടി വരും. അത് രീതിയാവും. ഇതാണ് ഭൗതികത. ഭൗതികത പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങളെ തേടും. ഇന്ന് ലോകം മൊത്തം ചതിക്കാണ്. പഴയ കാലത്ത് ഇത്ര ചതിയില്ല. എന്തുകൊണ്ട്? പഴയ കാലത്ത് ഒറിജിനലിൽ 1% മായം കയറ്റാണ്. ഇപ്പോൾ 99% മായത്തിൽ 1% ഒറിജിനൽ കയറ്റുക. ഇപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ദുആ ഇറക്കേണ്ടത് മായം ഒറിജിനൽ ആവണേന്നാണ്. മായം ഇല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഭൗതികത അങ്ങനെയാണ്. ഭൗതികത കൂടുതൽ ഭൗതികതയെ തേടിക്കൊണ്ടിരിക്കും. അതേസമയത്ത് ലാഭം എന്ന കാര്യം പൂർണ്ണമായി നിഷേധിച്ചാലോ ഭൗതികത കയറി വരുന്നില്ല. ആ ആളെ ദാഫുൽ ബലാ ആവും. അമ്പിയാക്കളൊക്കെ ലാഫുൽ ബലാ, അതിന്റെ കേന്ദ്ര ബിന്ദു മുഹമ്മദ് മുസ്തഫയാണ്. എന്തുകൊണ്ട്? അവർക്ക് ലാഭമില്ല, ഒരു ലാഭമില്ല, ഒന്നുമില്ല. എന്തുകൊണ്ടാണ് ഇവർ 25 കൊല്ലം മുമ്പുള്ള മായത്തെക്കാൾ ഇന്ന് മായം കൂടിയത്? ആ മായം സ്ഥിരമായി. അപ്പോൾ പിന്നെ അവർക്ക് ലാഭപ്രതീക്ഷയ്ക്ക് പുതിയ മായത്തെ തേടണം. അതങ്ങനെയാണ് ഭൗതികത. പുതിയ തൃപ്തിയെ ഉണ്ടാക്കൂല. ഭൗതികത ഒരളവിൽ സ്റ്റേബിളായി കഴിഞ്ഞാൽ അത് അവന്റെ അവകാശമാക്കി മാറ്റും. അതുകൊണ്ടാണ് അമ്പിയാക്കളിൽ പൂർണ്ണ ഭൗതിക താല്പര്യം എടുത്തത് കളഞ്ഞത്. അവർക്കൊന്നുമില്ല, ഒന്നുമില്ല. ഇല്ല ചിരിയില്ല. എന്റെ പ്രതിഫലം തരേണ്ട ആരാ? അല്ലാഹു മാത്രം, വേറെ ഒരാളുമില്ല. ആധുനിക തകരാൻ കാരണം ഇതാണ്.
ആധുനികത തകരാനുള്ള കാരണം എന്താണ്? ആധുനികത ലാഭത്തിൽ അധിഷ്ഠിതമാണ്. അങ്ങനെ ലാഭത്തിൽ അധിഷ്ഠിതമായപ്പോൾ പുതിയ പുതിയ ലാഭങ്ങളെ അവർ തേടി. ഇപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? എൻ്റെ ഒരു ചിന്തയാണ്, ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ അത് പഠിച്ച കിട്ടും. 100 കൊല്ലം മുമ്പുള്ള മായമായിരിക്കാം ഇപ്പോൾ ഒറിജിനൽ. ആ ഒറിജിനൽ, അക്കാലത്തെ ഒറിജിനൽ പൂർണ്ണമായി നാട് നീങ്ങിയിട്ടുണ്ടാവും. 100 കൊല്ലം മുമ്പ് മായമായി ഉപയോഗിച്ച സാധനം ഇപ്പോൾ എന്തായിട്ടുണ്ടാവും? ഒറിജിനലായിട്ടുണ്ടാവും. പുതിയ മായം വന്നിട്ടുണ്ടാവും. അക്കാലത്തെ ഒറിജിനലോ പോയിട്ടുണ്ടാവും. മധുരൻ അതിൻ്റെ അളവാണ്. ഭൗതികത മാത്രമാണ് മനുഷ്യനെ മധുരം കൊണ്ട് മനുഷ്യനെ ദോഷം ഉണ്ടാക്കിയത്. അതിൽ മധുരം എന്ന നിലയിൽ കേടല്ല, കയ്പാണ് കേട്. കയ്പങ്ങ എപ്പോഴും കഴിക്കരുത്, ഔഷധമായിട്ടല്ലാതെ. വെണ്ടക്ക എപ്പോഴും കഴിക്കാം. എന്തുകൊണ്ട്? സിസ്റ്റത്തിനെതിരാണ് കയ്പങ്ങ. മരുന്നും സിസ്റ്റത്തിനെതിരാണ്. കയ്പങ്ങ ഔഷധമാണ്, വെണ്ടക്കയോ ഭക്ഷണമാണ്, കയ്പങ്ങയോ ഭക്ഷണമല്ല. എന്തുകൊണ്ട്? സിസ്റ്റത്തിനെതിരാണ്. കയ്പങ്ങ എപ്പോഴും വാങ്ങരുത്. മനുഷ്യന്റെ ജിബില്ലത്ത്, മനുഷ്യന്റെ പ്രകൃതി മധുരത്തോടാണോ ഇഷ്ടം, കയ്പനോടാണോ ഇഷ്ടം? അതാണ് അവന്റെ സിസ്റ്റം. ഔഷധം എപ്പോഴും കഴിക്കാനുള്ളതല്ല. ഔഷധം മരുന്നായി കഴിക്കാനുള്ളതാണ് എപ്പോഴെങ്കിലും. വെണ്ടക്ക എപ്പോഴും കഴിക്കാം. ഇന്റർനാഷണൽ പച്ചക്കറി വെണ്ടക്ക നല്ല പച്ചക്കറിയാണ്. പച്ചക്കറികൾ രാജാക്കന്മാർ, ഒരാള് കുമ്പളങ്ങി വെണ്ടക്കയൊക്കെ കയ്പങ്ങനില്ല. ഇപ്പോൾ സിസ്റ്റത്തിനെതിരാണ്. അപ്പൊ മധുരം ഒരിക്കലും പ്രമേയം ഉണ്ടാക്കൂല. മധുരം എന്ന പേരിൽ വ്യാജൻ വന്നു. അല്ലെങ്കിൽ നീ സമ്പൂർണ്ണ വ്യാജനായി. നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഇരുന്ന് തിന്നും മനുഷ്യന്മാർ, പണിയെടുക്കൂല മുതലാളിമാർ. അപ്പോൾ അവർക്കുണ്ടാകുന്ന രോഗമാണ് എന്ത്? പ്രമേയം. എന്തുകൊണ്ട്? അവർ തടി വീക്കാണ്, സിസ്റ്റം കേടായി. എന്തുകൊണ്ട്? മനുഷ്യന് സിസ്റ്റാണ്. എന്ത് ഫൈദ പറമ്പ് ഒന്ന് കഴിഞ്ഞാൽ അടുത്തതിൽ അധ്വാനിക്കണം. ഇയാൾ അധ്വാനിക്കൂല. അപ്പൊ ഇരുന്നിരുന്ന അയാൾ സിസ്റ്റം കേടായി. അപ്പൊ അയാൾക്ക് എന്ത് വന്നു? പഴയ കാലത്തൊക്കെ ഷുഗർ എന്ന ഒരു വലിപ്പത്തരം ദുരഭിമാനത്തോടുകൂടെ എനിക്ക് പ്രമേയമുണ്ട് എന്ന് പറഞ്ഞ മുതലാളിയെ ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ മരിച്ചുപോയി. അയാൾ ഇപ്പൊ എന്റെ കണ്ണിന്റെ മുന്നിലുണ്ട്. എന്തുകൊണ്ട്? അയാൾ വലിപ്പത്തില പറയണേ. എന്ത്? മറ്റേ കുറച്ചുണ്ട്, അങ്ങനെ പറയാം. ഷുഗർ ഒന്നും പറയില്ല. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും മുമ്പർക്ക് എന്തുണ്ട്. അപ്പൊ നമ്മളെ ബാക്കിയുള്ളവരൊക്കെ വേദനിക്കും. നമുക്കൊന്നും പൈസ ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് മുതലാളിമാർക്ക് വരുന്നതാ. എന്ത്? ഇപ്പൊ എല്ലാരും ആരായി? ഷുഗറുകാരായതല്ല, എല്ലാരും മുതലാളിമാരായപ്പോൾ എല്ലാരും സിസ്റ്റവും തകർന്നു. അപ്പൊ എല്ലാവർക്കും ഷുഗറായി. അല്ലാതെ അത് ആരും കൊണ്ടതല്ല. മധുരം സിസ്റ്റാണ്. മധുരം തിന്നാതിരിക്കൽ സിസ്റ്റത്തിനെതിരാണ്. മധുരം ഒരിക്കലും എന്തുണ്ടാവില്ല. മധുരം ഒരിക്കലും ഒരു മനുഷ്യന് രോഗം ഉണ്ടാക്കൂല. കാരണം മധുരം മനുഷ്യന്റെ സിസ്റ്റാണ്. ഈമാനെ പോലും മധുരത്തിനോട് ഉപമിച്ചിട്ടില്ലേ? ഈമാൻ മധുരമാകണം. ഈമാൻ കയ്പാകണമെന്ന് അറിയത്തില്ലല്ലോ. ഈമാൻ മധുരമാകണം. 3 കാര്യങ്ങളുണ്ട്. ആ 3 കാര്യങ്ങളിലൂടെ മനുഷ്യന് ഈമാൻ മധുരമാകും. അപ്പോൾ സിസ്റ്റാണ് എന്ത് മധുരം. വ്യാജന്മാരാണ് അതൊക്കെ ഉണ്ടാക്കിയത്. അപ്പൊ എന്തുകൊണ്ടാണ് ലോകം തകരാനുള്ള കാരണം? സിസ്റ്റം കൊണ്ട് ലോകം തകരാൻ ലാഭേച്ഛ. എന്തുകൊണ്ടാണ് മനുഷ്യന്റെ സിസ്റ്റം തകർന്നത്? ലാഭേച്ഛ, ഭൗതിക ലാഭേച്ഛ. എല്ലാ സാധനവും നശിപ്പിച്ചു. ലാഭേച്ഛ, എല്ലാം ലാഭത്തിൽ തകർന്നുപോയി. അപ്പൊ ഈ ലോകം മൊത്തം തകർന്നു. അമ്പിയാക്കളോ? അവർക്ക് ലാഭേച്ഛയേ ഇല്ല. ഒരു ലാഭേച്ഛയില്ല, ഒന്നുമില്ല. ഭക്ഷണം മുന്നിലെത്തിയാൽ ഇന്നിവിടെ വല്ലതും ഉണ്ടോ? എനിക്കുന്ന നോമ്പ. ഞാൻ പൊരയിൽ ഇരുന്നിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ, വിഷമുണ്ടോ? ഇല്ല, ഇനിയാണ് സ്വയം ഒന്ന് നോമ്പാണ്. അല്ല എന്തൊക്കെ ആയിഷ പിറ്റേന്ന് ആയിഷ ഇന്നിവിടെ വല്ലതും ഉണ്ടോ? ഉണ്ട്. ലബനൻ യാ റസൂലല്ലാഹ്, കുറച്ച് ആടിനെ കടന്ന് കുറച്ച് പാൽ കിട്ടിയിട്ടുണ്ട്. ഓ ഞാൻ നെക്സ്റ്റ് നമുക്ക് ഫുത്തൂർ കഴിക്കാം. എന്താ ഫുത്തൂർ? ഈ പാല്. അപ്പോൾ റസൂലുള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം കഴിക്കലും കഴിക്കാതിരിക്കലും ഒരുപോലെയാണ്. ഒരു പ്രശ്നമില്ല. കിട്ടിയാൽ കഴിക്കും, ഇല്ലെങ്കിലോ കഴിക്കൂല. കിട്ടിയാൽ കഴിക്കും, അതുകൊണ്ട് ശുക്ർ ചെയ്യും. അൽഹംദുലില്ലാ. കിട്ടിയിട്ടില്ലെങ്കിൽ നോമ്പ് വെച്ച് അതും ശുക്രാക്കും. അപ്പൊ കിട്ടിയാലും ശുക്രാണ്, കിട്ടിയിട്ടില്ലെങ്കിലും അല്ലാഹുവിന്റെ ശുക്രാണ്. കിട്ടി, അൽഹംദുലില്ലാ. കിട്ടിയില്ല, ഇനിയാണ് സായിമ്, ഇന്ന് നോമ്പാണ്. വലിയ വേദനയുണ്ട്, വലിയ വിഷമമുണ്ടോ? ഇല്ല, ഒരു വിഷമം ഹബീബാൻ ലഭിക്കില്ല. എന്തുകൊണ്ട്? ഒരു ലാഭത്തിനും ഹബീബാൻ ലഭിക്കൊരു വാശിയില്ല. ഇല്ല അല്ലോ. അതോ ഭൗതിക ലാഭേച്ഛ പൂർണ്ണമായി ഒഴിവാക്കിയാലേ അള്ളാഹ് കൂലിയരുള്ളൂ. അതാണ് അവരുടെ സിസ്റ്റം. അതിന്റെ ഫോട്ടോ സ്റ്റാറ്റുകളാണ് സ്വഹാബത്ത്. അവർ പേച്ചാൽ പോലും കുറ്റം പറയാൻ പാടില്ല. എന്തുകൊണ്ട്? അവർ സാത്വികരാണ്. ചിന്തയിലെ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും, പക്ഷെ ആക്ഷേപിക്കാൻ പാടില്ല. സ്വഹാബികളെ ആക്ഷേപിക്കണം, പുസ്തകം വായിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അവർ റസൂലുള്ളാഹിന്റെ ഫോട്ടോ സ്റ്റാറ്റാണ്. അവർക്ക് ഭൗതിക താല്പര്യം ഉണ്ടാവില്ല. നിങ്ങളുടെ കണ്ണിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് ഭൗതിക താല്പര്യമായി തോന്നും, പക്ഷെ യഥാർത്ഥത്തിൽ ഭൗതിക താല്പര്യം ആവൂല. ഞാനൊരു കാര്യം ചെയ്യുന്ന ഒരു കാര്യത്തെ
പറയട്ടെ, നിങ്ങൾക്ക് ഞാനത് ഒരു പ്രത്യേക താല്പര്യത്തിൽ പ്രകാരം ചെയ്തതല്ല. അതേ സമയത്ത് നിങ്ങൾക്ക് വേറെ വ്യാഖ്യാനിക്കാലോ. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു ചെയ്ത കർമ്മങ്ങളെ അതിനെ ആക്ഷേപിക്കുന്ന വ്യക്തികളുണ്ട്. സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്, അരിപക്ഷവാദികൾ. അവർ ഈ ലോകത്തെ ഏറ്റവും വലിയ അക്രമികളാണ്. എന്തുകൊണ്ട്? ആരംഭ റസൂലിന്റെ ഏറ്റവും മഹാനായ സ്വഹാബികളിൽ ഒരാളാണ് ആര്? സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹു. ഉറക്കെ പറഞ്ഞോളാം, സയ്യിദുനാ മുആവിയ. എന്തുകൊണ്ട്? അവർ അരിപക്ഷവാദികളാണ്, അവർ മുഅ്മിനീങ്ങളല്ല. കാരണം മുആവിയ റളിയല്ലാഹു അൻഹുവിൽ തെറ്റ് കണ്ടുപിടിച്ചാൽ അവൻ മുഅ്മിനാവില്ല. കാരണം അവരാരാ? അള്ളാഹുവിന്റെ ഹബീബിന്റെ ഫോട്ടോസ്റ്റാറ്റാണ്. ആര്? സയ്യിദുനാ അലിയും സയ്യിദുനാ മുആവിയയും റളിയല്ലാഹു അൻഹുമാ. അവർ രണ്ട് വീക്ഷണകോണിലാണ്. അത് നമ്മളെ കൂട്ടത്തിൽ നോക്കുമ്പോഴേ അത് കുറ്റമുള്ളൂ. ഒരിക്കൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹു, ഡമാസ്കസിലായിരുന്ന സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹു കൂഫയിൽ നിന്ന് വന്ന ഒരാളെ കണ്ടുമുട്ടി. അപ്പോൾ അയാളോട് ചോദിച്ചു, കൈഫ അലി, അലി എങ്ങനെയുണ്ട്? സുഫ്ലി അൻ അലി, അലിയെ പറ്റി ഒന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അയാൾ അലിയെ പറ്റി പറഞ്ഞു, റളിയല്ലാഹു അൻഹു ഫബക ഫഖാല അക്സറു മിൻഹ അക്സറു. പറഞ്ഞ അത്രയൊന്നുമല്ല, അതിനേക്കാൾ വലിയ മഹാന. പ്രത്യക്ഷ കണ്ണ് നോക്കിയാൽ രണ്ടും രണ്ട് വീക്ഷണഗതിയില്ല ആരും. അതുകൊണ്ട് അത്തരം പുസ്തകങ്ങൾ വായിക്കാനേ പോണ്ട. ഈ പുസ്തകം എഴുതിയവൻ അബദ്ധക്കാരനാണ്. എന്തുകൊണ്ട്? അവന്റെ കണ്ണിലൂടെ വ്യാഖ്യാനിച്ചതാണ് ആരെ? അലി ബിൻ അബി ത്വാലിബിനെ മുആവിയ. രണ്ടാളെ ആക്ഷേപിക്കാൻ പാടില്ല. രണ്ടാം പുണ്യ റസൂലിന്റെ ഫോട്ടോ ചട്ടാണ്. പ്രത്യക്ഷത്തിൽ നമുക്ക് എന്ത് കണ്ടാലും അവരെ ആക്ഷേപിക്കരുത്. അവരെ രണ്ടാളെ ലക്ഷ്യം ദീനാണ്. രണ്ടാളെ ലക്ഷ്യം ദീനാണ്. ഒരു തരം മരുന്ന് കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്റെ ക്ഷീണം ഉണ്ടാവും, ഇറച്ചി മീനൊക്കെ കഴിക്കണം. വേറെ തരം മരുന്ന് കൊടുത്തപ്പോൾ വേറെ ഡോക്ടർ പറഞ്ഞു ആ സാധനം തൊട്ടങ്ങോട്ട് വരരുത്. അപ്പോൾ ഒന്നാമത്തെ ഡോക്ടറെ പക്ഷത്തിൻ്റെ രണ്ടാമത്തെ ഡോക്ടറെ ചീന്തിടരുത്. എന്ത്? അതാണ് ഡോക്ടർ. എന്ത്? ഇയാൾ ഇറച്ചി മീനും തിന്നാൻ പാടില്ല. അത്രേ രണ്ട് സിസ്റ്റാണ്. രണ്ടാം ലക്ഷ്യം നിന്റെ ആരോഗ്യം ശരിയാക്കി തരില്ല. അപ്പൊ എന്നതുപോലെ വളരെ അവര് ഹബീബിന്റെ ഫോട്ടോസ്റ്റാറ്റാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ലാഭേച്ഛുക്കളല്ല. പ്രത്യക്ഷമായി നമുക്ക് തോന്നുന്നത് ലാഭേച്ഛയുമല്ല. ജനറൽ ബോഡി കൂടിയപ്പോൾ ഒരാൾ എണീറ്റ് പറഞ്ഞു, ഈ മഹലിൽ 2 കൊല്ലം എന്നെ പ്രസിഡന്റ് ആക്കണം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം ഉണ്ടാവും. ചിലപ്പോൾ അയാൾക്കറിയും എന്ത്? മഹല്ല് തകർന്നിട്ടുണ്ട്. ഒരു സാത്വികനായ നല്ലൊരു മനുഷ്യൻ, ആളുകൾക്ക് അയാൾ വിശ്വാസമാണ്. എല്ലാ ജനറൽ ബോഡി അയാൾ മാറിപ്പോണ ആളാ. ഇത് ജനറൽ ബോഡിക്ക് അയാൾ വന്ന് മുന്നിൽ ഇരുന്നിട്ട് പറഞ്ഞു എന്ത്? 2 കൊല്ലം ഞാൻ പ്രസിഡന്റ് ആവും, ബാക്കിയൊക്കെ ആളുകൾ നോക്കിയാൽ മതി. അതൊരു കുറ്റപ്പെടുത്തേണ്ട കാര്യമല്ല. എന്തുകൊണ്ട്? ഇയാൾക്കറിയാം ഇവിടുത്തെ സിസ്റ്റം തകരാറിലാണ്. ഞാൻ ഇവ പണിയെടുക്കണം, എന്നിട്ട് ഇത് നേരെയാക്കണം. എങ്ങനെ നേരെയാക്കേണ്ടത് എനിക്കറിയും. അതിന് ഞാൻ ആത്മാർത്ഥമായി പണിയെടുക്കും എന്ന് വിചാരിച്ച് 2 കൊല്ലം പണിയെടുത്തപ്പോൾ സിസ്റ്റം എവിടെയായി? അയാൾ നമ്മളെ സ്വീകരിച്ചില്ല. അയാൾ വീട്ടിൽ നിന്ന് ദുഃഖിക്കും. പ്രസിഡന്റ് ആക്കാത്തതിലല്ലോ വിഷമം. നമ്മളെ നാട് നന്നാക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പൊ ഈ വീക്ഷണഗതിയാണ് സ്വഹാബത്തിന്റെ വീക്ഷണഗതി. അതിലൊന്നും കണക്കാ. എന്തുകൊണ്ട്? അവർ ലാഭേച്ഛുക്കളല്ല. ഒരു പുണ്യ റസൂലിന്റെ ഫോട്ടോസ്റ്റാറ്റ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബിയോ ഒരിക്കലും ലാഭിച്ചല്ല. ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്. കാലഘട്ടത്തിൽ അതന്നെയാണ് ആലിമീങ്ങൾ. കൊടുത്താൽ വാങ്ങൂ, കൊടുത്തില്ലെങ്കിൽ ഇല്ല. പട്ടി കിടക്കാൻ തയ്യാറ്, കൊടുത്താലും വാങ്ങൂല. അങ്ങനത്തെ സൂഫികൾ. ഞാൻ ഇന്നലെ ഒരു ചരിത്രം പഠിച്ചു. ഒരു ആലിം 19-ാം നൂറ്റാണ്ടിലാണ് ഒരു ആലിം. എവിടെയാണുള്ളത്? പിന്നെ ഉസ്ബെക്കിസ്ഥാനില്ല. എന്തൊരുത്തരും വാങ്ങൂല, വീട്ടിൽ പട്ടിണിയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? തണുപ്പ് കാലത്ത് ഈ മനുഷ്യൻ എന്ത് ചെയ്യുമെന്നറിയോ? ഈ മനുഷ്യൻ ഉസ്ബെക്കിസ്ഥാനിലാണ്, ഭയങ്കര തണുപ്പുള്ള നാടുകളാണ് ഉസ്ബെക്ക്. അപ്പോൾ ഈ മനുഷ്യൻ വലിയ സൂഫിയ, ആ മഹലിലെ ആലിമ, വലിയ ഭയങ്കര മഹാന. ജനങ്ങൾ കൊടുത്താൽ വാങ്ങൂല. അങ്ങനെ എന്ത് ചെയ്യും? പിന്നെ പള്ളി കയറി കഴിഞ്ഞാൽ ഈ ഉസ്ബക്കുകൾക്കൊക്കെ സ്വഭാവമുണ്ട്. എന്തെന്നറിയോ? പള്ളി കഴിയാൽ ഓവർകോട്ട് അഴിച്ചിട്ട് അവർ എവിടെയെങ്കിലും വെക്കും. ചിലപ്പോൾ വാതിലിൻ്റെ ഇങ്ങനെ കൊളുത്തിയിടും, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെക്കും. ഇങ്ങനെയൊക്കെ വെക്കും. എന്ത്? ഓവർകോട്ട്. ഉസ്ബക്കുകൾ പോലത്തെ പ്രദേശങ്ങളിലൊക്കെ ഒന്നുകൊടുക്കാൻ ഒന്നുണ്ടാവില്ല. വലിയൊരു കാലഘട്ടം. എന്തുകൊണ്ട്? അതൊന്നും എവിടെ? പൈപ്പില്ല, ഒന്നുമില്ല. ഒന്നുവിടെ മുറ്റത്തന്നെ ഇറങ്ങി ഇങ്ങനെ കട്ടി ഒന്നു കൊടുക്കുക. അത് അത്ര ഐസുള്ള പ്രദേശമാണത്. അപ്പൊ ഈ ഓവർകോട്ട് അയച്ചിട്ട് ഈ ഉസ്ബക്കിലെ 19-ാം നൂറ്റാണ്ടിലെ ഉലമാക്കൾപ്പെട്ട, ഞാൻ ആലിമീങ്ങളുടെ സ്വഭാവം പറയുന്നത് അല്ല, ഉലമാഉ വറസത്തുൽ അവർ അമ്പിയാക്കന്മാർ, അനന്തരാവകാശികൾ തന്നെയാണ് അവര്. ഈ ആലിമി ഉസ്ബെക്കിസ്ഥാനിലെ ഈ ആലിമ് 19-ാം നൂറ്റാണ്ടിലെ ഈ ആലിമ് പെട്ടെന്ന് പഠിച്ചാൽ ഓർമ്മയില്ല. വ്യക്തിയുടെ പേര് പറയാൻ, പക്ഷെ അടുത്ത ആഴ്ച ആണെങ്കിൽ പേരും പറയും. ഈ കോട്ടയച്ചു. അപ്പൊ സാധുക്കൾ, ഏതെങ്കിലും മനുഷ്യന്മാർ ഈ മനുഷ്യന്റെ ദാരിദ്ര്യവും നന്മയും കണ്ടിട്ട് ഇവർ കൊടുത്ത വാങ്ങൂല എന്ന് അറിയാം. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? റൂബിള്, മറ്റേ റഷ്യൻ റൂബിള്, മറ്റ് മാർക്ക്, ഇതൊക്കെ എന്ത് ചെയ്യുന്നറിയോ? ഇതിന്റെ ഇടയിൽ ഇങ്ങനെ കൊണ്ടുവെക്കും. വീട്ടിലേക്ക് ഭാര്യമാരോടോ കുട്ടികളോടോ ഒക്കെ പറഞ്ഞേക്കും, ഞാൻ പിന്നെ കോട്ടിൻ്റെ ഉള്ളിൽ പൈസ വെച്ചിട്ടുണ്ട്, റിസോണ്ടി. ഇയാൾ പുരയിലെത്തിയിട്ട് കോട്ട് വെച്ചിടും. അപ്പോൾ കാണാതെ മക്കൾ വന്നിട്ട് എന്ത് ചെയ്യും? ഭാര്യ വന്നിട്ട് എന്ത് ചെയ്യും? ഇതെടുക്കും. അങ്ങനെ ഉപജീവനം കഴിയും.
അങ്ങനത്തെ ആലിമീങ്ങൾ. കാരണം അവർക്ക് എന്തില്ല, ഒരു ലാഭ പ്രതീക്ഷയില്ല. കിട്ടിയ കഴിക്കും, ഇതെവിടെ കിട്ടി, അയൽവാസി എന്നതാണ്. ഓ, ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. അവർ ഫോട്ടോസ്റ്റാറ്റാണ്. അൽ ഉലമാഉ, അവർ യാതൊരു ലാഭപ്രതീക്ഷ വന്നപ്പോൾ ആലിമീങ്ങൾ നാശായി. ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ, ആകാശത്തിന്റെ ചോട്ടിൽ ഏറ്റവും മോശപ്പെട്ടവരാരായിരിക്കും? പണ്ഡിതന്മാർ. എന്തുകൊണ്ട് ഖുർആനും ഹദീസും അവരെ ഭരിക്കുന്നത് എന്താണ്? ലാഭപ്രതീക്ഷ, അപനാശവും. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമുണ്ട്. ഞാൻ അവസാനിപ്പിക്കാം. അതിനൊരു അർത്ഥമുണ്ട്. ലാഭേച്ചു അല്ല മുഹമ്മദ് മുസ്തഫ. സമൂഹ നന്മനെയാണ്. ഈ ഒരു ആയത്തിന് എത്ര കരഞ്ഞു പോകണം. അള്ളാഹു നമുക്ക് തന്ന ഒരു തുറന്ന പുസ്തകം മുഹമ്മദ് മുസ്തഫ. ഒരു തുറന്ന പുസ്തകം, ഒരടഞ്ഞ അധ്യായം ലഭിക്കില്ല. പലർക്കുണ്ട്. നിങ്ങൾ ഏറ്റവും ആദരിക്കപ്പെടുന്ന ലോകത്ത് ഏറ്റവും ആദരിക്കപ്പെടുന്ന ഭൗതികവാദികളെ പറ്റി വരെ അവർക്ക് ചില ബന്ധങ്ങളുണ്ട്. ആ ബന്ധത്തിന് വാതിൽ തുറക്കാൻ പറ്റൂല. എനിക്കറിയാം. രഹസ്യബന്ധങ്ങൾ, അങ്ങനത്തെ ഒരു ബന്ധം റസൂലുള്ളാഹിക്കില്ല. നിഗൂഢമായ ജീവിതമില്ല. ജീവിതം മുഴുവൻ എന്താ ചെയ്ത് എഴുതിച്ചിട്ടുണ്ട്. ഒരു നിഗൂഢമായ ബന്ധം റസൂലുള്ളാഹിക്കില്ല. എന്തുകൊണ്ട്? അതിനൊന്നും നബിക്ക് എന്തില്ല? ലാഭപ്രതീക്ഷ ഇല്ലടോ. ഒരു ലാഭപ്രതീക്ഷയില്ല മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഈ നബി എന്തിനു വന്നതാണ്? ലോകത്തെ നന്നാക്കാൻ വന്നതാണ്. എന്നിട്ട് ആ ആളെ ഒഴിവാക്കിയിട്ട് ഈ ലാഭപ്രതീക്ഷ മാത്രമായി നടക്കുന്ന ഭൗതികവാദികളെ പിൻപറ്റുക, അതിനേക്കാൾ വലിയ തകർച്ച എന്താണ്? ഇന്ന് മനുഷ്യൻ പിൻപറ്റുന്ന എല്ലാവരും ലാഭേച്ഛുക്കളാണ്. കമ്മ്യൂണിസം തികച്ചും ലാഭേച്ഛയാണ്. ക്യാപിറ്റലിസം തികച്ചും ലാഭേച്ഛയാണ്. എല്ലാം ലാഭേച്ഛ. ലോകത്തെ ക്യാപിറ്റലിസത്തിനെതിരെ വന്നതാണ് എന്ത്? കമ്മ്യൂണിസം. എന്നിട്ട് അതിന്റെ അടിത്തറയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോക്ക് ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത് യൂറോപ്പിലെ ഏറ്റവും വലിയ ഒരു ക്യാപിറ്റലിസ്റ്റാണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും ഒരു മുരട്ടെന്നാണ്. ഏതാണ് മുരട്? ലാഭപ്രതീക്ഷ. ബസ് ആ ലാഭത്തിൽ കുറച്ചാളുകൾ അങ്ങനെ പോയി, കുറച്ചാൾ ഇങ്ങനെ പോയി. ഒരാൾ തോണി വിടാൻ പഠിച്ച്, പിന്നെ അയാൾ തോണിയായി, ബോട്ടായി, കപ്പലായി. ഒരാൾ സൈക്കിൾ വിടാൻ പഠിച്ച് മോട്ടോർ സൈക്കിളായി, കരയിൽ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു. രണ്ടൊരു വാഹനാണ്. ഒന്ന് അങ്ങനെ പോയി, ഒന്ന് ഇങ്ങനെ പോയി. ഒന്ന് ഭൗതികവാദമായി, ഒന്ന് ക്യാപിറ്റലിസ്റ്റായി. ഒന്ന് മുതലാളിത്തവാദം ക്യാപിറ്റലിസ്റ്റായി, ഒന്ന് തൊഴിലാളിത്തവാദം കമ്മ്യൂണിസ്റ്റായി. പക്ഷെ രണ്ടിന്റെ അടിത്തറ എന്താ? ലാഭപ്രതീക്ഷ മാത്രം, വേറെ ഒന്നുമില്ല. എന്നാൽ ഇതിലെല്ലാം അമ്പിയാക്കളെതിരാ. അമ്പിയാക്കൾ ഒരു ലാഭത്തിലില്ല, എല്ലാ ലാഭത്തിനെതിരെ അമ്പിയാക്കൾ. അവരിൽ നേതാവാ മുഹമ്മദ് മുസ്തഫ. അവർ വന്നത് എന്തിനാ? ജനങ്ങൾ നന്മക്ക് വേണ്ടി മാത്രം. മുഹമ്മദ് മുസ്തഫ ദാഫിഉൽ ബലാഅനെ, ലോകത്തെ ബലാ നീക്കാൻ വന്നതാണ് മുഹമ്മദ് മുസ്തഫ. ലോകത്തെ ബലാവിന് വേണ്ടി പ്രവർത്തിച്ചത് ഇബ്ലീസാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വബാഇന് വേണ്ടി പ്രവർത്തിച്ചതും ഇബ്ലീസാണ്. ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹുവിന്റെ തഖ്ദീറാണെങ്കിലും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇബ്ലീസാണ്. അത് നീക്കാൻ പ്രവർത്തിച്ചത് ആര്? അമ്പിയാക്കളാണ്. അതിൽ നേതാവാണ് ആര്? മുഹമ്മദ് മുസ്തഫ. ഒരു ലാഭപ്രതീക്ഷ ഒന്നുമില്ല. ഒരാൾ പറഞ്ഞാൽ ഒരാൾ എന്നെ പറ്റി ഒന്നും പറഞ്ഞു തരരുത്. ഒരാളെ പറ്റി ഒരാൾ എനിക്കൊന്നും പറഞ്ഞു തരരുത്. നിങ്ങൾ മോശമാണെങ്കിൽ ഞാൻ അറിയും, നിങ്ങൾ പറഞ്ഞു തരരുത്. ഒരാളെ പറ്റി മറ്റൊരാൾ പറഞ്ഞത് കേട്ടിട്ട് അയാളോട് അഭിമുഖീകരിക്കുന്നത് എനിക്കിഷ്ടമില്ല. ഞാൻ അറിയേണ്ടത് എൻ്റെ റബ്ബ് അറിയിച്ചു. യാസറിനോട് പറയാം അമീർ മോശമാണ്, റസൂൽ പറയാം അങ്ങനെ പറഞ്ഞു തരരുത്. യാസർ മോശമാണെന്ന് നബി അറിയണമെങ്കിൽ ആര് പറഞ്ഞു തരും? അല്ലാഹ്. അതിൽ ലോകത്തിന് നന്മ ഉണ്ടാവും, യാസറിന് നന്മ ഉണ്ടാവും, ലോകത്തിന് നന്മ ഉണ്ടാവും. ഇല്ലെങ്കിൽ അത് അറിയിക്കൂല. അല്ലാഹു സത്താറാണ്. സത്താർ എന്നതിൻ്റെ അർത്ഥം എന്താ? മറച്ചു പിടിക്കണം. ലോകത്താരും അറിയേണ്ടതില്ല. ഒരാൾക്ക് ഒന്നും എനിക്ക് പറഞ്ഞു തരരുത്. ഇയാൾ ഇങ്ങനെയാണ് എന്നൊരാൾ എനിക്ക് പറഞ്ഞു തരരുത്. ഇനി നിങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരാളെ പറ്റി ഒരു മുൻവിധിയില്ലാതെ അഭിമുഖീകരിക്കലാണ് എനിക്ക് താല്പര്യം. ഉദാഹരണം, സലാം മോശമാണ് എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞെന്നാൽ പിന്നെ ഞാൻ സലാമിനെ കാണുമ്പോൾ സലാം മോശമാണ് എന്ന് നിനക്ക് അഭിമുഖീകരിക്കുള്ളൂ. അപ്പൊ പറഞ്ഞു തരരുത് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അയാൾ മോശമാണെങ്കിൽ ഞാൻ അറിയും. ഞാൻ അറിയേണ്ടതാണെങ്കിൽ ഞാൻ അറിയേണ്ടതല്ലെങ്കിൽ റബ്ബ് സത്താറുമാണ്. ഞാൻ അറിയേണ്ട. എനിക്കും അവനും ഒരു നന്മയുടെ അളവുണ്ടെങ്കിൽ മാത്രമാണല്ലോ സലാം മോശം ഞാൻ അറിയേണ്ടത്. ഒരു തുണി കടയിൽ നിന്ന് വാങ്ങിയാൽ നിസ്കരിക്കണമെങ്കിൽ അലക്കണം. വേണ്ട, അലക്കാ തെറ്റല്ല. അങ്ങനെ അലക്കാൻ ചിലപ്പോൾ വസുവാസം വരും. എന്തുകൊണ്ട്? ഏതൊരു സാധനത്തെയും അസ്ലായി മനസ്സിലാക്കേണ്ടത് ഒക്കെ നല്ലതാണ്. ഏതൊരു സാധനത്തെയും അസ്ലായി മനസ്സിലാക്കേണ്ടത് അത് നല്ലതാണ്. അത് നല്ലതാണ്. അത് നല്ലതല്ല എന്ന് അറിയേണ്ടത് നീ അള്ളാഹു വഴി തുറന്നു തരും. അപ്പോൾ സിത്തിർ നീക്കും. നിങ്ങളൊക്കെ നല്ലവരാന്ന് ഞാൻ മനസ്സിലാക്കണം. നല്ലവരല്ലെങ്കിൽ ഞാനത് അറിയും. എല്ലാ മോശത്തെയും ഞാൻ അറിയേണ്ട ആവശ്യമില്ല. എല്ലാ മാളത്തിനും പാമ്പുണ്ടാവും, അത് ഞാൻ കളക്കേണ്ട ആവശ്യമില്ല. കാരണം പാമ്പിനും ഇവിടെ നിൽക്കണം. പിന്നെ ചില പാമ്പിനെ കൊല്ലാനുള്ള തീരുമാനിച്ചപ്പോഴുള്ള സിത്തിരെടുത്തോളി അമ്മ കൊല്ലും. അതിന് എന്റെ വീട്ടിലേക്ക് വരുമ്പോഴായിരിക്കും
വാല് മാളത്തിന് പുറത്തിടുമ്പോഴായിരിക്കാം. അപ്പൊ അള്ളാഹു തആല അതിന്റെ സിത്തർ എടുത്തു കളഞ്ഞു. അതിന്റെ അതിൽ ഇലാഹിയ ഒരു ഹിക്മത്ത് ഉണ്ടാവും. ആ ഹിക്മത്ത് എനിക്കറിയില്ല, ഞാൻ ഇലാഹല്ലോ, ഞാൻ ഒന്നുമല്ല, എനിക്കെങ്ങനെ അറിയാം? അതിലൊരു ഹിക്മത്ത് ഉണ്ടാവും, അതെന്റെ അറിയൂല. അല്ലാഹു വളരെ കുറഞ്ഞ വിവരമല്ലാതെ നിങ്ങൾക്ക് നൽകിയിട്ടില്ല. എല്ലാം അറിയും എന്നതിൽ നിന്നാണ് ആധുനികത തുടങ്ങിയത്. അതാണ് ആധുനികതയുടെ ഏറ്റവും വലിയ നഷ്ടവും. എല്ലാം അറിയാൻ കഴിയും എന്നതാണ്. എല്ലാം അറിയാൻ കഴിയും എന്നതിനേക്കാൾ വലിയൊരു കാപ്പറ്റില്ല. ഒന്നും അറിയാൻ കഴിയൂല. നമുക്കറിയാൻ അല്ലാഹു വിചാരിച്ച അളവറിയും, ബാക്കി നമുക്കറിയാൻ കഴിയില്ല. ഒന്നും അറിയാൻ കഴിയില്ല, ഒന്നും അറിയാൻ കഴിയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പുണ്യ റസൂൽ ദാഫിഉൽ ബലാഇ വൽ വബാ, ഇതിനെ ഞാൻ അസ്ലിൽ കൊണ്ടുവന്നതാണ്. എല്ലാ ബലാഇനെയും നീക്കുക, എല്ലാ വബാഇനെയും നീക്കുക. കാരണം നബിക്കൊരു ലാഭവും ഇല്ല. ലാഭം ആരുടെ കയ്യിലാണ്? അല്ലാഹ്. അപ്പൊ ഈ ലോകത്തെ ഇന്ന് ഈ ലോകത്ത് നമ്മൾ കാണുന്ന ഒന്നും ബലാഇനെ നീക്കുന്നതല്ല, ബലാഇനെ തരുന്നതാണ്. എല്ലാം ബലാഇനെ തരുന്നതാണ്. അത് ബലാ ഉണ്ടാക്കുന്നതാണ്. എല്ലാം ബലാ ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളിലും ബലാ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എല്ലാത്തിനും ബലാ എല്ലാം ചായ. ഏറ്റവും പുതിയ പഠനം അനുസരിച്ച്, ഉറപ്പായ പഠനം അനുസരിച്ച് ഭൂമിയിലെ 60% വെള്ളം വിഷമാണ്. പിന്നുള്ളത് പഞ്ചസാര ഉണ്ടെങ്കിൽ പഞ്ചസാര അടിസ്ഥാനപരമായി എന്തല്ല, ഷുഗർ അല്ല, അതെന്താണ്? അതൊരു കെമിക്കലാണ്. പിന്നുള്ളത് എന്താ? ചായപ്പൊടിയാണ്. ചായപ്പൊടി പെയിന്റ് അധിഷ്ഠിത. അപ്പോൾ ഈ സാധനം എന്താ? മായ. അപ്പൊ കുടുങ്ങിയിട്ട് കുടിച്ചാൽ മതി. രണ്ടെണ്ണത്തിൽ വിഷം കയറ്റി. എന്ത്? പഞ്ചസാര വിഷാണ്, പിന്നെ ചായപ്പൊടി വിഷം കയറ്റി. അപ്പോൾ അത് രണ്ടും ഒലിച്ചിറങ്ങി എന്തിലേക്ക്? എന്ത് ഒലിച്ചിറങ്ങുന്ന സാധനമാണ് എന്ത്? വെള്ളം. അപ്പൊ വെള്ളം സ്വാഭാവികമായും വിഷായി. അപ്പൊ 3 വിഷായി. ഇത് അസ്ലി വിഷമില്ല. പക്ഷെ വിഷത്തിലൂടെ കടന്നു വന്നപ്പോ ഇതെന്തായി? വിഷം. പല അളവിലെടുക്കുക. എന്താ ഇവിടേക്ക് മനുഷ്യനെ എത്തിച്ചത്? മനുഷ്യനെ ഇവിടേക്ക് എത്തിച്ചത് എന്താ? ലാഭ താല്പര്യം. അമ്പിയാക്കൾക്ക് ഒരു താല്പര്യമില്ല, ഉലമാക്കൾ ഒരു താല്പര്യമില്ല. ഉലമാക്കൾക്ക് താല്പര്യം കടന്നുകൂടിയ കഴിഞ്ഞ്. ഉലമാക്കൾക്ക്, അമ്പിയാക്കന്മാരെ അനന്തരാവകാശികളാണ് ആര്? ആലിമീങ്ങൾ. അവര് താല്പര്യം കടന്നുകൂടിയ കഴിഞ്ഞ്. ചികിത്സിക്കൽ എന്റെ ധർമ്മമാണ്, കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും എന്നാണ് ചികിത്സാരി മനസ്സിലാക്കിയതെങ്കിൽ വന്നാലും വന്നില്ലെങ്കിലും അയാൾക്കൊരു പ്രശ്നമില്ല. കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് പ്രശ്നമില്ല. പഴയ കാലത്ത് ചികിത്സാരികൾ പൈസ വാങ്ങൂല. അപ്പോൾ അവർ വീട്ടിലേക്ക് എന്ത് ചെയ്യുന്നറിയോ? വലിയ വലിയ രോഗം കഴിഞ്ഞാൽ ഒരു കന്നുകുട്ടിനെ കൊടുത്തേക്കും, ഒരു പൂവമ്പഴത്തിൻ്റെ കൊല കൊടുത്തേക്കും. അങ്ങനെയൊക്കെ പരിഹരിച്ചിരുന്നത്. അങ്ങനത്തെ ചരിത്രമുണ്ട്. ഇൻഷാ അല്ലാഹ് ആ വിഷയം ഗൗരവമായി ഞാൻ പിന്നീട് പറയാം. അങ്ങനെ ചരിത്രമുണ്ട്. ആദ്യകാലത്ത് ചികിത്സാരികളൊന്നും വാങ്ങൂല. കാരണം ദൈവിക ഒന്നും വാങ്ങാൻ പാടില്ല. അപ്പം എന്ത് ചെയ്യും? ഒരു ചികിത്സ കഴിഞ്ഞാൽ കൊടുത്തേക്കും, അരി കൊടുത്തേക്കും, പഴം കൊടുത്തേക്കും, പാലിനുള്ള പശുവിനെ കൊടുത്തേക്കും. അവരെ തോതനുസരിച്ച് ഇങ്ങനെ കൊടുത്തേക്കും. അങ്ങനെ ആ കുടുംബം അങ്ങനെ കഴിഞ്ഞു. ഇവരെന്തില്ല, നാണയം വാങ്ങൂല, അങ്ങനെ എന്തെങ്കിലും കൊടുത്തേക്കും. ഇത് ദൈവികാണ്. എല്ലാവരും, ഏത് മതക്കാരും അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് നിൽക്കുന്നത്? ആയുർവേദം. ആയുർവേദത്തിന്റെ അടിസ്ഥാനം എന്താ? വേദപ്രമാണം. വളരെ ഉന്നതാണത്. കണക്കാക്കി വാങ്ങണ്ട. അങ്ങനെ ഉണ്ടാവും. സത്യം അങ്ങനെ ഉണ്ടാവും. ധർമ്മം അവർ നിലനിൽക്കണത്. അതായത് എന്തായാലും വേണ്ടില്ല, കിട്ടിയാലും വേണ്ടില്ല, കുറച്ചായാലും വേണ്ടില്ല, ഏറെയാലും വേണ്ടില്ല, പ്രശ്നമില്ല, ഒന്നുമില്ല. എന്തുകൊണ്ട്? അത് ദൈവികാണ്. ഇതൊക്കെ നശിപ്പിച്ചല്ലോ. എല്ലാം നശിപ്പിച്ചു. എല്ലാം ഭൗതികവാദികൾ നശിപ്പിച്ചു. മനസ്സിലായത് പറഞ്ഞത്? ദുനിയാവിൽ നമ്മൾ വന്നത് എന്തിനാ? അള്ളാഹു കൊണ്ട് ആരാധിക്കാനാ. അതിൻ്റെ ഇടയിൽ എന്ത് വേണം? ഉപ്പുമുളകും വാങ്ങണം. ഉപ്പുമുളകും വാങ്ങണം. കുറച്ച് ആൾ, ചില ആളുകൾ വലിയ ഉപ്പുമുളകായിരിക്കും, ചെറിയ ഉപ്പുമുളക് ആയിക്കോട്ടെ, എന്നാലും എന്തിനില്ല, കുഴപ്പമില്ല. അവനാണ് കിട്ടിയത് തൃപ്തിപ്പെടണം. അതന്നെ തീന്. അവനാൻ കിട്ടിയതിൽ തൃപ്തിപ്പെടണം. അങ്ങാടി കൂടെ നടന്നപ്പോൾ ഒരു സുന്ദരിയായ പെണ്ണ് ഒരാൾ ആകൃഷ്ടനായി പോയാൽ അവന്റെ പുരയിലേക്ക് അവൻ തിരിച്ചു ചെല്ലട്ടെ. മുത്തു മുഹമ്മദ് മുസ്തഫ. അവനവന് കിട്ടുന്നത് അധ്വാനിക്കണം. എന്നിട്ട് അവനവൻ കിട്ടുന്നതിൽ തൃപ്തിപ്പെടണം. അതിന് ഉദാഹരണമായി പറയുന്നത്, നിങ്ങൾ അങ്ങാടിയിൽ നടന്നപ്പോൾ, ഒരാൾ അങ്ങാടിയിൽ നടന്നപ്പോൾ അയാൾ ഒരു പെണ്ണിനെ കണ്ടു. ആ പെണ്ണിൽ അയാൾ ആകൃഷ്ടനായാൽ എന്ത് ചെയ്യണം? അയാളെ ഭാര്യ അടുത്തേക്ക് തിരിച്ചു പോട്ടെ. മുഹമ്മദ് മുസ്തഫ. എന്താ ഇതിനർത്ഥം? ഓളക്കാൾ ചൊറുക്ക് വെക്കുന്നുണ്ട് എന്നല്ല, അവന് കിട്ടിയതിൽ തൃപ്തിപ്പെടണം എന്നാണ്. അത്ര തന്നെ. അവനവന് കിട്ടിയതിൽ അവനവൻ തൃപ്തിപ്പെടണം. മോട്ടിവേഷൻ ക്ലാസ് അങ്ങനെയല്ല, ശൈത്താനികാണ്. പിന്നാലെ നടക്കണ്ട. ഈ ഭൗതികത തലയെ കയറ്റി കൊടുക്കരുത്. ഇവർക്കൊക്കെ പേച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിൽ ആരാണ്? ഈ സ്റ്റീവ് ജോബ്സിനെ പോലെയുള്ള, സ്പിൽബർഗിനെ പോലെയുള്ള ആളുകളാണ്, ജെയിംസ് കാമറൂണിനെ പോലെയുള്ള ആളുകളാണ്. അവർ
ദുനിയാവിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുന്നവർ പിശാചിന്റെ കൂട്ടുകാർ. അള്ളാഹു അവരെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.